PK ലേണിംഗ്സിൻ്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വേൾഡ് ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ എപ്പിസോഡാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഏതൊക്കെയാണ് നോക്കുന്നത്, ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഇന്നും നമ്മൾ ഒരു 9 ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഇന്ന് പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതുപോലെ ടെമ്പറേച്ചർ ആൻഡ് സീസൺസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ റോറിംഗ് ഫോർട്ടീസുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ എന്താണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? താഴെ ഈ കൊടുത്തിരിക്കുന്നതിൽ എത്ര സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ എത്ര പ്രസ്താവനകൾ ശരിയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഏത് എക്സാമിൻ്റെ ആണെന്ന് നോക്കാം. 2020 നടന്ന നമ്മുടെ KS ഓഫീസറുമായി ബന്ധപ്പെട്ട KS ഓഫീസറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റോറിംഗ് ഫോർട്ടീസ് എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ് പ്രഷർ ബെൽറ്റുകൾ അല്ലെങ്കിൽ എന്താണ് കാറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്രഷർ ബെൽറ്റ്, അതായത് ഈ പ്രഷറിൻ്റെ ഇതിനനുസരിച്ചിട്ട് നമ്മുടെ ഭൂമിയെ നമ്മൾ സാങ്കല്പികമായിട്ട് കുറച്ച് ലാറ്റിറ്റ്യൂഡ്സുകൾക്കിടയിൽ കുറേ ബെൽറ്റുകളായിട്ട് കുറച്ച് ഏരിയ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇക്വേറ്ററിൽ ഭൂമിയുടെ ഇക്വേറ്റർ റീജിയനിൽ നമ്മുടെ ഭൂമിയുടെ ഇക്വേറ്റർ റീജിയൻ എന്ന് പറയുന്നത് സൂര്യനുമായിട്ട് നന്നായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഡയറക്റ്റ്ലി സൺറൈസ് കിട്ടുന്ന പ്രദേശമാണ്. അപ്പോൾ എന്തായാലും ഇക്വേറ്റോറിയൽ റീജിയനിൽ എങ്ങനെയായിരിക്കും? വളരെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ടെമ്പറേച്ചറും പ്രഷറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അവിടെ പ്രഷർ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും എന്നുള്ള തത്വം നമ്മൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇക്വേറ്റർ എന്ന് പറയുന്നത് ഒരു ലോ പ്രഷർ ബെൽറ്റിൽ വരുന്ന സ്ഥലമാണ്. ഇക്വേറ്റർ എന്ന് പറയുന്നത് ഒരു ലോ പ്രഷർ ബെൽറ്റിൽ വരുന്ന ഇതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഭൂമിയെ ഇക്വേറ്ററിനെ നമുക്ക് എന്താണ് ലോ പ്രഷർ ബെൽറ്റായിട്ട് വരുന്നത്. പിന്നെ നമുക്കുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഇക്വേറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത്, അതായത് ലോ പ്രഷർ ബെൽറ്റ് കഴിഞ്ഞ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറയുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റാണ്. ഏതാണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റാണ്. ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹൈ പ്രഷർ എന്ന ആ പേരിൽ തന്നെയുണ്ട്. അപ്പോൾ പ്രഷർ കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ കുറവായിരിക്കും. പിന്നെ നമുക്ക് വരുന്നത് ഏതാണ്? ഇതിങ്ങനെ അൾട്ടർനേറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇവിടെയാണെങ്കിൽ ലോ പ്രഷർ ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഹൈ പ്രഷറാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും വരുന്നത്? സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റാണ് വരുന്നത്. അതായത് പോളാർ എത്തിയിട്ടില്ല, സബ്പോളാർ. ഇത് നോക്കൂ, ഇവിടെ സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റാണ് വരുന്നത്. സബ്പോളാർ ലോ പ്രഷർ. ഇപ്പോൾ ഇത് ഇക്വേറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഇതാണെങ്കിലോ സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ധ്രുവപ്രദേശം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ അല്ലെ തണുത്ത് കിടക്കുന്ന പ്രദേശമാണ്. ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തായിരിക്കും പ്രഷറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്? വളരെ വലിയ പ്രഷറായിരിക്കും. ഹൈ പ്രഷർ ഏരിയ ആണ് പോളാർ റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിലോ പോളാർ ഹൈ പ്രഷർ ബെൽറ്റാണ് വരുന്നത്. എന്താണ്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെൽറ്റുമായി, അതായത് നമ്മുടെ ഗ്ലോബലി നമ്മൾ എങ്ങനെയാണ് ബെൽറ്റ്, അതായത് പ്രഷർ ബെൽറ്റുകൾ എങ്ങനെയാണ് ആഗോള മർദ്ദമേഖലകളെന്നാണ് പറയുന്നത്, അല്ലെ പ്രഷർ ബെൽറ്റുകൾ എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ നോക്കിയിരിക്കുന്നത്. ഇനി എന്താണ് കാറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അല്ലെ കാറ്റ് വന്നു കള്ളനെ പോലെ എന്ന പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കള്ളനെ പോലെ വരുന്നെങ്കിലും നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം, അല്ലെ ആ കള്ളനെ കുറിച്ച് നമുക്ക് പഠിക്കാം. കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിൻ്റെ തിരശ്ചീനമായ ചലനം, ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ ആണ് ഏതെന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് ദ എയറിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയറിനെയാണ് നമുക്ക് കാറ്റ് എന്ന് പറയുന്നത്, വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കലി നമ്മൾ എയർ മൂവ് ചെയ്യത്തില്ലേ? ഇങ്ങനെ ഹൊറിസോണ്ടൽ മാത്രമാണോ പോകുന്നത്? വെർട്ടിക്കലി ഉള്ളതിനെ നമ്മൾ എന്താണ് പറയുന്നത്? എയർ കറൻസ്, വായു പ്രവാഹങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കാറ്റ് വന്നു കള്ളനെ പോലെ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ
ശ്രദ്ധിക്കണം, എന്താണ് കള്ളൻ എങ്ങനെയാണ് വരുന്നത്? തിരശ്ചീനമായാണ് വരുന്നത്. എങ്ങനെയാണ്? ഹൊറിസോണ്ടലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വിൻഡ് എന്ന് പറയുന്നതിന് പേര് കൊടുക്കുമ്പോൾ, അതായത് കാറ്റിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ അത് എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്ത് എന്നുള്ള രീതിയിൽ അതിന് പേര് നമ്മൾ കൊടുക്കും. ഇപ്പോൾ ഈസ്റ്റർലീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്, അത് ഒറിജിൻ ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈസ്റ്റിൽ നിന്നാവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി വെസ്റ്റർലീസ് എന്ന് പറയുമ്പോൾ അത് ഒറിജിൻ ചെയ്ത ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വെസ്റ്റിൽ നിന്നാവാനായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സാധാരണയായിട്ട് കാറ്റുകൾക്ക് പേര് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രഷർ ബെൽറ്റ് നമ്മൾ പഠിച്ചു. ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ എന്ന് പറയുന്നത് ആകെ ഒരെണ്ണേ ഉള്ളൂ. ബാക്കി നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എത്ര എണ്ണം വരുന്നുണ്ട്? 3. അപ്പോൾ അങ്ങനെ ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 1, അങ്ങനെ ടോട്ടൽ നമുക്ക് 7 എണ്ണം നമ്മൾ പഠിച്ചു, പ്രഷർ ബെൽറ്റുകൾ പഠിച്ചു. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോറിയോളിസിസ് ഫോഴ്സ് എന്ന് പറയുന്ന ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫെറൽ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കോറിയോളിസിസ് ഫോഴ്സ് എന്ന് പറയുന്നത്? ഒരു വസ്തുവിൻ്റെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ വലത് സൈഡിലേക്ക് അത് ഡിഫ്ലക്റ്റ് ചെയ്യും. അതായത് എർത്തിൻ്റെ റൊട്ടേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രശ്നമാണത്. ഇനി ഈ സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിലോ അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും പോകുന്നത്? മൂവ്മെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും പോകുന്നത്. മൂവ്മെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായി. ഈ തത്വങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കുക. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൻഡിന് പേര് നൽകാനാണെങ്കിൽ വിൻഡ് നമുക്ക് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതും എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നതെന്നുള്ളതും അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് തിരിയുന്നു എന്നുള്ളതും ഒക്കെ നമുക്ക് മനസ്സിലായി. ഡയറക്ഷൻ തിരിയുന്നത് കോറിയോളിസിസ് എഫക്റ്റിൻ്റെ ഇതെന്നാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ അതായത് ഇക്വറ്റോറിയൽ ലോ, അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, കാറ്റ് വീശുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലായിരിക്കും. എങ്ങനെയായിരിക്കും? ഹൈ പ്രഷറിൽ നിന്നും എപ്പോഴും എങ്ങനെയായിരിക്കും? ലോ പ്രഷറിലേക്കാണ് വീശുന്നത്. ഒരിക്കലും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇക്വറ്റോറിയൽ ലോ പ്രഷറിൽ നിന്ന് ഒരു കാറ്റ് എന്ത് ചെയ്യത്തില്ല? ഒറിജിൻ ചെയ്യത്തില്ല എന്നുള്ള തത്വം നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷറിൽ നിന്ന് കാറ്റില്ല. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ എന്തായിരിക്കും? സബ് ട്രോപ്പിക്കലായിട്ടുള്ള ഹൈ പ്രഷറിന്നേ വരത്തുള്ളൂ. ഈ കിടക്കുന്ന സബ് ട്രോപ്പിക്കൽ നിന്നുള്ള ഹൈ പ്രഷറിന്നേ വരത്തുള്ളൂ. പിന്നെ വരുന്നത് എവിടെ നിന്നായിരിക്കും? പിന്നെയുള്ള ഹൈ പ്രഷർ നമുക്ക് എവിടെയാണ് വരുന്നത്? പോളാറിലാണ് വരുന്നത് അല്ലേ? പോളാർ ഹൈ പ്രഷർ മാത്രമാണ് പിന്നെയുള്ളത്. അപ്പോൾ ഈ ഹൈ പ്രഷറിൽ നിന്നായിരിക്കും ഇത് എങ്ങോട്ടേക്ക് വീശുന്നത്? ലോ പ്രഷറിലേക്ക് വീശുന്നത് നമുക്കറിയാം. നോക്കിക്കേ, ഇത് ഇക്വറ്റോറിയൽ ലോ പ്രഷറാണ്. ഇത് എന്താണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറാണ്. അപ്പോൾ അവിടെ നിന്ന് കാറ്റ് ഇങ്ങോട്ടേക്ക് വരുവാണ്. ഇവിടെ നിന്ന് എങ്ങോട്ട്? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വരത്തുള്ളൂ. ഇങ്ങനെ വരുന്ന കാറ്റ് നമുക്കറിയാം എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും? നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഞാനൊരു കോഡ് പറയട്ടെ. നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് നമ്മുടെ ഇന്ത്യ ഒക്കെ വരുന്നത്. ഏഷ്യൻ ഭൂഖണ്ഡമൊക്കെ വരുന്നത് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. നമ്മൾ ഇന്ത്യക്കാർ അല്ലേ, നമ്മൾ കേരളീയർ എവിടെയാണ് വരുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ. നമ്മൾ എപ്പോഴും എങ്ങനെയാണ്? റൈറ്റായിട്ട് ചിന്തിക്കുന്നവരാണ്, റൈറ്റായിട്ട് ആൻസർ പറയുന്നവരാണെന്ന് ചിന്തിച്ച് വെച്ചിരിക്കുക. ഇവിടെ മാത്രം സൈക്ലോൺസിൽ വരുമ്പോൾ മാറും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഇങ്ങനെ വരുന്ന ആളിനെ സംബന്ധിച്ച് ആളിൻ്റെ റൈറ്റിലോട്ടായിരിക്കും ഡിഫ്ലക്ഷൻ വരുന്നത്. ആളിൻ്റെ ഇങ്ങോട്ട് നിൽക്കുന്നതാണ്, ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആളുടെ റൈറ്റിലോട്ടാണ് ഡിഫ്ലക്ഷൻ വരുന്നത്. അപ്പോൾ കാറ്റ് ഇങ്ങോട്ട് വീശുവാണ് നമ്മുടെ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ ആയിട്ടുള്ള ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശണം. അതുപോലെ സദേൺ ഹെമിസ്ഫിയറിൽ നിന്നും വരുന്നുണ്ട്. ഈ സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വരുമ്പോഴത്തേക്കും അത് നമ്മൾ പറഞ്ഞു എങ്ങോട്ടേക്ക് ഒരു ചരിവ് വരുന്നത്? കോറിയോളിസിസ് എഫക്റ്റ് കാരണം എങ്ങോട്ടേക്ക് ചരിവ് വരുന്നത്? ലെഫ്റ്റിലോട്ടാണ് അല്ലേ? ലെഫ്റ്റിലോട്ടാണ് ചരിവ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കാറ്റ് വീശുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കാറ്റുകൾക്ക് അതിൻ്റെ ഒറിജിൻ അനുസരിച്ചിട്ടാണ് പേര് വരുന്നതെന്ന് അറിയാം. അപ്പം നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇത് ഈസ്റ്റിൽ നിന്നല്ലേ? ഇതിൻ്റെ ഒറിജിൻ ആണെങ്കിലും ഈസ്റ്റിലോട്ടല്ലേ ഇതിൻ്റെ ഒറിജിൻ? അപ്പോൾ സാധാരണയായിട്ട് ഇതിനെ ഈസ്റ്റർലീസ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ നമ്മൾ നോർമലി ഇതിനെ ട്രേഡ് വിൻസ് എന്ന് പറയാറുണ്ട്. എന്താണ്? ട്രേഡ് വിൻസ് എന്ന് പറയാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ് ട്രേഡ് വിൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ കാറ്റ് വീശും. അതായത് ഈ ഹൈ പ്രഷറിൽ നിന്ന് ഇനിയുള്ള ലോ പ്രഷർ ആയിട്ടുള്ള നമ്മുടെ സബ് പോളാർ ലോ പ്രഷറിലേക്ക് വീശും. അതായത് നമുക്കറിയാം നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അത് ഇങ്ങോട്ട് റൈറ്റിലോട്ട് പോകുമെന്ന് അറിയാം. അപ്പോൾ അത് ഇങ്ങനെയാണ് പോകുന്നത്. ഇതിനെയാണ് നമ്മൾ വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നും അതുപോലെ ഇങ്ങോട്ട് വീശും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെസ്റ്റർലീസ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. സാധാരണയായിട്ട് വിൻഡിന് നോർമലായിട്ടൊരു ക്ലാസിഫിക്കേഷൻ ആഗോളമായിട്ടുള്ള അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോബൽ വിൻസ് അല്ലെങ്കിൽ പെർമനൻറ്റ് വിൻസ്, പ്രിവൈലിംഗ് വിൻസ്, ഇതെല്ലാം ഒരാളുടെ പേരാണ്. ഇങ്ങനെ പറയുന്ന ഒരു വിൻസ് ഉണ്ട്. പിന്നെ അത് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സീസണലായിട്ട്, ഇപ്പോൾ മൺസൂൺ കാറ്റുകൾ എന്നൊക്കെ പറയത്തില്ലേ, സീസണലായിട്ട് വീശുന്ന കാറ്റുകൾ ഉണ്ടാവും. ഇനി മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ വിൻസ്, അതായത് പ്രാദേശികമായിട്ട് കുറേ പേരുകൾ കൊടുക്കും. ഇപ്പോൾ ലൂസ് എന്നൊക്കെ പറയത്തില്ലേ, ചിനൂക്ക്, മഞ്ഞു തിന്നുന്നവൻ എന്നൊക്കെ പറയുന്ന അങ്ങനെ പ്രാദേശികമായിട്ടുള്ള ഹർമാറ്റൻ എന്നൊക്കെ അറിയപ്പെടുന്ന കുറേ മീൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ പറയുന്നത്
ലോക്കലി നമുക്ക് അറിയപ്പെടുന്ന ലോക്കൽ വിൻസ് ഉണ്ട്, പിന്നെയുള്ള വേരിയബിൾ വിൻസ് ഉണ്ട്. ഈ വേരിയബിൾ വിൻസ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയാണ്, നമുക്ക് ഒരിക്കലും ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും ഒക്കെ ആ ഒരു ഗണത്തിലാണ് പെടുന്നത്. അപ്പോൾ ഇതിൽ തന്നെ പെർമനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ വർഷം മൊത്തം ഇങ്ങനെ വീശുന്നവരാണ്. ഇങ്ങനെ ഇപ്പോൾ സൈക്ലോൺസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറയത്തില്ല ഇന്ന സമയത്ത് അത് ഇന്ന സമയത്ത് വീശുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന മാസത്തിൽ വീശുന്നത് നമുക്ക് പറയത്തില്ല. അതിന് എപ്പോഴും വേണോ വീശാം അല്ലേ. ഇപ്പോൾ നമ്മൾ അറബിക്കടലിലും ന്യൂനമർദ്ദം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ അതുപോലെ എപ്പോഴും വേണം വീശാം, അത് ഇന്ന സമയം നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ പെർമനൻറ്റ് വിൻസിൽ തന്നെ അത് പെർമനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് തന്നെയാണ് വീശുന്നത്. ഒരു വർഷം മുഴുവൻ അതെന്താണ് പെർമനൻ്റ് ആയിട്ടാണ് വീശുന്നത്. ഈ പെർമനൻറ്റ് വിൻസിൽ തന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏതുണ്ട് ട്രേഡ് വിൻസ് അല്ലെങ്കിൽ ഈസ്റ്റർലീസ് ട്രേഡ് വിൻസ് ഉണ്ട്. രണ്ടാമതായിട്ട് വരുന്നതാണ് വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് പോളാർ ഈസ്റ്റർലീസ് എന്ന് പറയുന്നത്. ഏതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വീശുന്നത്, അതായത് പോളാർ റീജിയൻ ഇങ്ങോട്ടേക്ക് വീശുന്ന പോളാർ ഈസ്റ്റർലീസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 വിൻഡുകളാണ് അതിലുള്ളത്. ഓക്കെ, അപ്പോൾ ട്രേഡ് വിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് എവിടെ നിന്നാണ് വീശുന്നത്? ട്രേഡ് വിൻസ് എന്ന് പറയുന്നത് നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്നും എങ്ങോട്ടേക്കാണ് വീശുന്നത്? ട്രേഡ് വിൻസ് ഏതാണ് നമ്മുടെ ട്രോപ്പിക്കൽ അതായത് നമ്മുടെ സബ് ട്രോപ്പിക്കലിൽ നിന്ന് എങ്ങോട്ടേക്കാണ് വീശുന്നത്? ഇക്വിറ്റോറിയൽ ലോ പ്രഷറിലേക്കാണ് ഇത് വീശുന്നത്. അപ്പം അതാണ് ട്രേഡ് വിൻസ് എന്നാണ്. ഇനി വെസ്റ്റർലീസ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് വീശുന്നവരാണ് വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഈ നോർത്തേൺ ഹെമിസ്ഫിയറും സതേൺ ഹെമിസ്ഫിയറിലും നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോണ്ടിനെൻറ്റ്സ് വരുന്നത്, നിങ്ങൾക്ക് മാപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും കൂടുതൽ കോണ്ടിനെൻറ്റ്സ് വരുന്നത് ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇനി അപ്പോൾ സതേൺ ഹെമിസ്ഫിയറിൽ കോണ്ടിനെൻറ്റ്സ് കുറവാണെന്ന് നമുക്കറിയാം. അവിടെ ഏറ്റവും കൂടുതൽ ഓഷൻസ് ആണ് വരുന്നത്. ഈ കാറ്റിൻ്റെ ഗതിയെ തന്നെ നമുക്ക് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ് ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. കോറിയോളിസിസ് എഫക്റ്റ് ഉണ്ട്, പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ് ഉണ്ട്, ഇതുപോലെ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു കാറ്റിൻ്റെ ഗതിയെ അല്ലെങ്കിൽ കാറ്റിനെ എഫക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്രത്തോളം അത് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അല്ലെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ കോറിയോളിസിസ് എങ്ങനെ എഫക്റ്റ് ചെയ്തു നമ്മൾ പറഞ്ഞു, പ്രഷർ ഗ്രേഡിയൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് നോക്കുന്ന ഫ്രിക്ഷനാണ്. അതായത് ഇതിനെ തടഞ്ഞു നിർത്താനായിട്ടുള്ളത്, ഇത് കാറ്റടിക്കുമ്പോൾ തടഞ്ഞു നിർത്താനായിട്ട് ആളുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രിക്ഷൻ കൂടുതലിട്ട് അതിൻ്റെ ഗതി എങ്ങനെയാണ്, സ്പീഡ് എങ്ങനെയായിരിക്കും? തടഞ്ഞു നിർത്തുവാണെങ്കിൽ അവിടെ സ്പീഡ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ് തോന്നുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ കോണ്ടിനെൻറ്റ് കൂടുതലായത് കൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ വീശുന്നത് സതേൺ ഹെമിസ്ഫിയറിലാണെന്ന് നമുക്കറിയാം. ഇനി ഈ സതേൺ ഹെമിസ്ഫിയറിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ലാറ്റിറ്റ്യൂഡിൻ്റെ ഇത് വെച്ചിട്ട് 40 ഡിഗ്രി തൊട്ട് തുടങ്ങുവാണെങ്കിൽ അതിനെ തന്നെ നമുക്ക് റോറിങ് 40s എന്നും പിന്നെ ഫ്യൂരിയസ് 50s എന്നും ഷ്രീക്കിംഗ് 60s എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരംതിരിച്ച് ഓരോ പേരുകൾ കൊടുക്കാറുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റോറിംഗ് 40സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദേ ബ്ലോ അൺഇൻറ്ററപ്റ്റഡ് ഇൻ ദ നോർത്തേൺ ആൻഡ് സതേൺ ഹെമിസ്ഫിയർ എന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് നോക്കിക്കേ, അൺഇൻറ്ററപ്റ്റഡ് അല്ലെ അതിനെ തടയുന്നില്ല ഇൻ നോർത്തേൺ ആൻഡ് സതേൺ ഹെമിസ്ഫിയർ. അങ്ങനെ ഞാൻ പറഞ്ഞു നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ് കോണ്ടിനെൻറ്റ്സ് കൂടുതലാണ്, അപ്പോൾ എന്തായാലും തടയാൻ ആളില്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താം. കാര്യം 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാ ഇവിടെയുണ്ട്, അപ്പോൾ അത് ആൻസർ അല്ല. കാര്യം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നമുക്കറിയാം. ഇതാ നോക്കിക്കേ, സി നോക്കിക്കേ, അതും അവിടെ അത് ആൻസർ അല്ല. 1 അവിടെ ഉണ്ട്, 1 തെറ്റാണെന്ന് നമുക്കറിയാം. ഇതാ ഇവിടെയുണ്ട്. പിന്നെ ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് പോകാം, ഡിയിലെന്ന് പോകാം. എന്നാൽ നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ ബ്ലോ വിത്ത് ഗ്രേറ്റ് സ്ട്രെങ്ത് ആൻഡ് കോൺസ്റ്റൻസി, അതൊക്കെയാണ്. ദെയർ ഡയറക്ഷൻ ഈസ് ജനറലി ഫ്രം നോർത്ത് വെസ്റ്റ് ടു ഈസ്റ്റ് ഇൻ ദ സതേൺ ഹെമിസ്ഫിയർ. സതേൺ ഹെമിസ്ഫിയറിൽ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നോർത്ത്, ഇതാ നോക്കിക്കേ, സതേൺ ഹെമിസ്ഫിയറിൽ ഇതാണ് വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. നോർത്ത് വെസ്റ്റിൽ നിന്നും എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈസ്റ്റിലോട്ടല്ലേ പോകുന്നത്? ഈസ്റ്റിലോട്ടേക്കാണ് പോകുന്നത് സതേൺ ഹെമിസ്ഫിയറിൽ. എ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി ഓവർകാസ്റ്റ് സ്കൈസ്, റെയിൻ ആൻഡ് റോ വെതർ ആർ ജനറലി അസോസിയേറ്റഡ് വിത്ത്, ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ് എന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ നോക്കി എന്നുള്ളത്. ബാക്കി എക്സ്പ്ലനേഷൻസിലേക്ക് പോകാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദേ ബ്ലോ അൺഇൻറ്ററപ്റ്റഡ് ഇൻ ദ നോർത്തേൺ ആൻഡ് സതേൺ ഹെമിസ്ഫിയർ, തെറ്റാണ്. റോറിംഗ് 40s ഒക്കർ ഓൺലി ഇൻ ദ സതേൺ ഹെമിസ്ഫിയർ. സതേൺ ഹെമിസ്ഫിയറിൽ
എങ്ങനെയാണ് 40 ഡിഗ്രി തൊട്ട് 50 ഡിഗ്രി സദേൺ ഹെമിസ്ഫിയറിലാണ് ഇത് നടക്കുന്നത്. ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഹാസ് മോർ ലാൻഡ് മാസസ് വിച്ച് ഒബ്സ്ട്രക്ട് സച്ച് സ്ട്രോങ് വെസ്റ്റർലീസ്, സോ ദേ ആർ നോട്ട് അൺഇൻറ്ററപ്റ്റഡ് ഇൻ ബോത്ത് ഹെമിസ്ഫിയർ. കാര്യം നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ് കോണ്ടിനെൻറ്റ്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവർ തടയുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കിക്കേ, ദേ ബ്ലോ വിത്ത് ഗ്രേറ്റ് സ്ട്രെങ്ത് ആൻഡ് കോൺസ്റ്റൻസി. കറക്റ്റ് ആണ്. അടുത്തതിലേക്ക് നമുക്ക് പോകാം. Roaring 40s are known for very strong, steady winds because the southern hemisphere has vast ocean with little land obstruction. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, their direction is generally from north west to ഈസ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. അത് നമ്മൾ ഡയറക്ഷൻ നോക്കി കറക്റ്റ് ആണ്. റോറിംഗ് 40s ആർ വെസ്റ്റർലീസ് ബ്ലോയിങ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ഡ്യൂ ടു കോറിയോളിസിസ് എഫക്ട് ദേ ടെൻഡ് ടു ഷോ എ നോർത്ത് വെസ്റ്റ് ടു സൗത്ത് ഈസ്റ്റ് കമ്പോണന്റ്. ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 4, ഓവർകാസ്റ്റ് സ്കൈസ് റെയിൻ ആൻഡ് റോ വെദർ ആർ ജനറലി അസോസിയേറ്റഡ് വിത്ത് ദം. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ദീസ് വിൻസ് ഒക്കർ ഇൻ സബ്പോളാർ റോ പ്രഷർ സോൺസ് പ്രൊഡ്യൂസിങ് ക്ലൗഡി, സ്റ്റോമി, റെയിനി, റഫ് വെദർ എസ്പെഷ്യലി ഓവർ ഓഷൻസ്. ഓഷൻസിന്റെ മുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇതിങ്ങനെ ഒരു പ്രതിഭാസം കാണിക്കാറുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലായോ? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന്, അതായത് നമുക്ക് ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് എന്ത് സമയം നമുക്ക് ലാഭിക്കാം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻറ്റി സൈക്ലോൺസുമായി ബന്ധപ്പെട്ടതാണ്. ആൻറ്റി സൈക്ലോണിക് കണ്ടീഷൻസ് ആർ അസേർഷൻ ആണ്. ആൻറ്റി സൈക്ലോണിക് കണ്ടീഷൻസ് ആർ ഫോംഡ് ഇൻ വിൻ്റർ സീസൺ വെൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഹൈ ആൻഡ് എയർ ടെമ്പറേച്ചർ ലോ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലും എയർ ടെമ്പറേച്ചർ കുറവായിരിക്കും. ശരിയാണ്. അതായത് ആൻറ്റി സൈക്ലോൺ എന്ന് പറയുന്നത് എപ്പോഴും ഏത് സമയത്തെ രൂപപ്പെടുകയുള്ളൂ, അതായത് എപ്പോഴും എങ്ങനെയാണ് ഈ സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും എന്ന് പറയുന്നത് ആ പേരിൽ തന്നെയുണ്ട്, ഓപ്പോസിറ്റ് വരുന്ന സാധനമാണ്. അപ്പോൾ ആദ്യം നമുക്ക് സൈക്ലോൺസ് നോക്കാം. സൈക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്, ഒരു ലോ പ്രഷർ സെൻറ്റർ ആയിരിക്കും, ചുറ്റും ഹൈ പ്രഷർ ആയിരിക്കും എന്നുള്ളത് ചിന്തിക്കുക. അങ്ങനെ ലോ പ്രഷർ സെൻറ്ററാണ്, ഇവിടെയെല്ലാം ഹൈ പ്രഷർ ആണെങ്കിൽ എങ്ങോട്ടായിരിക്കും ഇത് പോകുന്നത്, മൂവ്മെൻറ്റ് ഇതിന് എങ്ങനെയായിരിക്കും? ഞാൻ ആദ്യമേ പറഞ്ഞു ഹൈ പ്രഷർ നിന്ന് ലോ പ്രഷറിലേക്ക് പോകൂ എന്നുള്ളത് അറിയാം. ഇത് നമുക്ക് സൈക്ലോൺസ് ആണ്. സൈക്ലോൺസിന് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സൈക്ലോൺസ് ഹൈ പ്രഷറിൽ നിന്ന് എങ്ങോട്ടാണ് ലോ പ്രഷറിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിനെ സംബന്ധിച്ച് നമുക്കറിയാം എങ്ങനെയായിരിക്കും ഈ ഹൈ പ്രഷറിൽ നിന്ന് പോകുന്ന. ശരിയല്ല, നോർത്തേൺ ഹെമിസ്ഫിയറിന് ഇതിൻ്റെ ഡിഫ്ലക്ഷൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ നമുക്ക് എന്തെന്നാണ് പറയുന്നത്, ഇങ്ങനെ പോകുന്നത് ക്ലോക്ക് പോകുന്നതാണെങ്കിൽ ഇതിനെ ക്ലോക്ക് വൈസ് എന്നും, ഇതിങ്ങനെ തിരിച്ചാണ് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ എന്ത് പറയും, തിരിച്ചാണ്. ഇത് നോക്കി, ഇങ്ങനെയല്ലേ പറ്റുള്ളൂ. തിരിച്ചാണ് പോകുന്നതെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഈ സൈക്ലോൺസ് അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ്, പിന്നെ ഹെമിസ്ഫിയറിൽ നമുക്ക് തെറ്റത്തില്ല. സൈക്ലോൺസിനെ സംബന്ധിച്ച് നോർത്തേൺ ഹെമിസ്ഫിയറുകാർക്ക് എന്തുണ്ട്, ആൻറ്റിയാണ്, തലതിരിഞ്ഞവരാണ് നമ്മൾ. അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ പഠിച്ചു വെച്ചേക്കാം. നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. നമ്മൾ സൈക്ലോൺസിനെ സംബന്ധിച്ച് നോർത്തേൺ ഹെമിസ്ഫിയറിൽ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സദേൺ ഹെമിസ്ഫിയറിൽ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയായിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഇനി ആൻറ്റി സൈക്ലോൺസിലേക്ക് വരുമ്പോൾ ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാനിപ്പോൾ പറയുന്നതേ ഉള്ളൂ. അടുത്തത് ആൻറ്റി സൈക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ലോ പ്രഷറിൽ നിന്ന് അടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഹൈ പ്രഷറാണ് നടുക്ക് വരുന്നത്. ഈ ഹൈ പ്രഷറിൽ നിന്ന് എങ്ങോട്ടേക്കാണ് വീശുന്നത്, ലോ പ്രഷർ ഏരിയയിലോട്ടാണ് വീശുന്നത്, അല്ലെങ്കിൽ ഹൈ പ്രഷറിൽ നിന്ന് തിരിച്ചാണ് വീശുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെയായിരിക്കും ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻറ്റി സൈക്ലോൺസിന് എങ്ങനെയായിരിക്കും, നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും, ക്ലോക്ക് വൈസ് ആയിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഇങ്ങനെയായിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് അതിലൊന്ന് നോക്കാനുള്ളത്, ആൻറ്റി സൈക്ലോൺസും സൈക്ലോൺസ്. ഇതിൽ തന്നെ സൈക്ലോൺസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, അതായത് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ ഹൈ ആയിരിക്കില്ല, ലോ ആയിരിക്കും. അതായത് ഇതാണ് സൈക്ലോൺസുമായി ബന്ധപ്പെട്ട്. എയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, എയർ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, അതായത് നല്ല ചൂട് ഇതാണ് സൈക്ലോൺസ് ഫോം ചെയ്യുന്നത്, അല്ലേ? സൈക്ലോൺസ് ഫോം. ഇപ്പോൾ സൈക്ലോൺസ് തന്നെ നമുക്ക് രണ്ട് രീതിയിലുള്ള സൈക്ലോൺസ് ഉണ്ട്. ട്രോപ്പിക്കൽ ആയിട്ടുള്ള സൈക്ലോൺസും ഉണ്ട്, ടെമ്പറേറ്റ് ആയിട്ടുള്ള സൈക്ലോൺസ്. അതായത് ട്രോപ്പിക്കൽ സൈക്ലോൺസും ഉണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസും ഉണ്ട്, ടെമ്പറേറ്റ് ആയിട്ടുള്ള സൈക്ലോൺസും ഉണ്ട്. ഇപ്പോൾ ഇത് രണ്ടും രൂപീകരിക്കപ്പെടുന്നതും എവിടെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതായത് ഇപ്പം ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഷന് മുകളിലായിരിക്കും ഇത് രൂപപ്പെടുന്നത്. എന്നാൽ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫ്രോണ്ടുകളിലായിരിക്കും. രണ്ട് എയർ മാസസിൻ്റെ ആ ബൗണ്ടറി ഉണ്ടല്ലോ, ആ ഫ്രോണ്ടുകളിലായിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫ്രോണ്ടുകളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ടെമ്പറേറ്റ് സൈക്ലോൺസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എന്താണ്, വിനാശകാരി എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് ഇത് സൈക്ലോൺസിൻ്റെ ഡിവിഷനാണ് കേട്ടോ. സൈക്ലോൺസിനെ തന്നെ നമുക്ക് ഒന്ന് ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്നും
ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്നും 2 ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറയുന്നത് ഓഷനിലാണ് രൂപപ്പെടുന്നത്. ടെമ്പറേറ്റ് ആണെങ്കിൽ ഓഷനിലും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ലാൻഡ് ഏരിയാസിലും രൂപപ്പെടുന്നതാണ് ടെമ്പറേറ്റ് സൈക്ലോൺ. ഇതിൽ വിനാശകാരി എന്ന് പറയുന്നത് കൂടുതലും ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണ്. ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എപ്പോഴെങ്കിലും ലാൻഡിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും എന്താണ് ഇതിന് അതിൻ്റെ എനർജി ആയിട്ടുള്ള എന്താണ് മോയ്സ്ചർ കണ്ടന്റ്, അതായത് കടലിൽ നിന്നുള്ള മോയ്സ്ചറുമായിട്ടാണ് വരുന്നത്. ഇത് എന്ത് ചെയ്യും, ലാൻഡിൽ എത്തുമ്പോഴത്തേക്കും ഇതങ്ങ് ഡ്രോപ്പ് ആയി, ഇതിൻ്റെ എന്താണ് ലാൻഡ് ഫോൾ എന്ന് പറയുന്നത്, ഇതങ്ങ് വീണ് പോകും. അപ്പോൾ പക്ഷേ ഇത് ഭയങ്കര വിനാശകാരിയാണ്. ഓക്കെ, പക്ഷേ ടെമ്പറേറ്റ് സൈക്ലോൺസ് അത്ര അങ്ങോട്ട് വിനാശകാരി അല്ലാത്തൊരു സാധനമാണ്. അത് സൈക്ലോൺസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ആൻറ്റി സൈക്ലോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും എന്താണ് വിൻ്റർ സീസണിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും അല്ലേ. തണുപ്പായിരിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, അതായത് ടെമ്പറേച്ചർ കുറവാണ്, തണുപ്പാണ്, അപ്പോൾ എന്തായിരിക്കും, പ്രഷർ എന്തായാലും കൂടുതലില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി റീസൺ നമുക്ക് നോക്കാം. വിൻ്റർ റെയിൻഫാൾ ഇൻ നോർത്തേൺ ഇന്ത്യ കോസസ് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻറ്റി സൈക്ലോണിക് കണ്ടീഷൻസ്. എന്താണ് ആൻറ്റി സൈക്ലോണിക് കണ്ടീഷൻസ് വിത്ത് ലോ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ നോർത്തേൺ ഇന്ത്യയിലെ വിൻ്റർ റെയിൻഫാളിനെ പറ്റിയാണ് പറയുന്നത്. അത് എന്തുകൊണ്ട്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി സൈക്ലോണിക് കണ്ടീഷൻസ് കൊണ്ട്, അത് ലോ ടെമ്പറേച്ചറുള്ള ആൻറ്റി സൈക്ലോണിക് കണ്ടീഷൻ കൊണ്ടാണെന്ന് വരുന്നത്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ശരിയാണ് എന്ന് നമുക്കറിയാം. 6 റീസൺ എന്താണ് തെറ്റി, ഇത് ആൻസർ സി ആണ് വരുന്നത്. റീസൺ എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ നോർത്തേൺ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത് എന്തിലല്ല ഫോം ചെയ്യുന്നത്, ആൻറ്റി സൈക്ലോണിക് ആയിട്ടുള്ള പ്രഷർ കണ്ടീഷനിലല്ല ഇത് ഫോം ചെയ്യുന്നത്. അതായത് വിൻ്റർ റെയിൻഫാൾ നോർത്തേൺ ഇന്ത്യയിൽ എന്താണ് ഇതിൽ അങ്ങനെയല്ല ഫോം ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ആൻറ്റി സൈക്ലോണിക് കണ്ടീഷൻസ് ആർ ഫോംഡ് ഇൻ വിൻ്റർ സീസൺ വെൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഹൈ ആൻഡ് ടെമ്പറേച്ചർ ആർ ലോ. ശരിയാണ്. ഇൻ വിൻ്റർ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യും, കോൾഡ് ടെമ്പറേച്ചർ കോസസ് എയർ ടു ബിക്കം ഡെൻസ് ആൻഡ് സിങ്ക്. അതായത് ഈ കോൾഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡെൻസിറ്റി, നമുക്ക് വായു വികസിച്ച് കഴിയുമ്പോൾ, അതായത് ചൂട് പിടിച്ച് വികസിച്ച് പൊങ്ങിപ്പോകുന്നത് നമ്മൾ പറയില്ലേ, ഡെൻസിറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ തണുപ്പായിരിക്കുമ്പോഴത്തേക്കും എന്തായിരിക്കും വായുവിന് സംഭവിക്കുന്നത്, അതായത് ടെമ്പറേച്ചർ കോൾഡ് ആയിരിക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഡെൻസായി ഇത് സിങ്കായി പോവും, മുങ്ങിപ്പോവുക എന്ന് പറയത്തില്ലേ, സിങ്കായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിങ്കിങ് എയർ ക്രിയേറ്റ്സ് ഹൈ പ്രഷർ. അതായത് അങ്ങനെ വായു വന്ന് ഇങ്ങനെ ഒരു കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഒരു ആൻറ്റി സൈക്ലോണിക് കണ്ടീഷൻസ് വരുവാണ്. അപ്പം എന്താണ് ആദ്യത്തെ അസേർഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇനി റീസൺ എന്തുകൊണ്ട് തെറ്റിപ്പോയെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ വിൻ്റർ റെയിൻഫോൾ, അതായത് നോർത്ത് ഇന്ത്യയിലുള്ള വിൻ്റർ റെയിൻഫോളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് തന്നെയാണ്, പക്ഷേ വിച്ച് ആർ സൈക്ലോണിക് സിസ്റ്റം. എന്താണ് സൈക്ലോണിക് സിസ്റ്റം എന്ന് പറഞ്ഞു, ലോ പ്രഷറാണ്. അത് ലോ പ്രഷറിൽ ഉള്ള ഒരു സാധനം. അപ്പോൾ ലോ പ്രഷർ ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ളൊരു കണ്ടീഷൻ. അങ്ങനെയാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ എന്ത് വരുന്നത്, വിൻ്റർ റെയിൻഫാൾ വരുന്നത്. അതൊരിക്കലും ആൻറ്റി സൈക്ലോണിക് അല്ല. ഇനി ആൻറ്റി സൈക്ലോണിക് ഒക്കർ ചെയ്യുന്നുണ്ട്, ആക്ച്വലി ഒക്കർ ആഫ്റ്റർ ദ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് പാസസ്. അതായത് ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് വരുന്നത്, ആൻറ്റി സൈക്ലോണിക് കണ്ടീഷൻസ് വരുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു ക്ലിയർ സ്കൈസ് ആൻഡ് കൂളിംഗ്, നോട്ട് ബിക്കോസ് ഓഫ് റെയിൻഫോൾ സിസ്റ്റം. അതായത് ആ ഒരു ക്ലിയർ സ്കൈയും കൂളിങ്ങും ഇതൊക്കെ കൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റീസൺ തെറ്റിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ രണ്ടാമത്തെ സോ ദ സ്റ്റേറ്റ്മെൻറ്റ് റെയിൻഫോൾ കോസസ് ആൻറ്റി സൈക്ലോൺ ഈസ് ഇൻകറക്റ്റ് എന്നുള്ളതാണ്. അങ്ങനെയാണ് അതിൻ്റെ ആൻസർ കീ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അടുത്ത് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്ലോൺ ഇൻക്ലൂഡ്. അപ്പോൾ സൈക്ലോൺ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ എന്താണ് നമ്മുടെ സൈക്ലോണിൻ്റെ ട്രോപ്പിക്കൽ സൈക്ലോണും ടെമ്പറേച്ചർ സൈക്ലോണും ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എയർ കൺവെർജൻസ് ആണോ, എയർ കൺവെർജ് ചെയ്യുന്നുണ്ടോ? രണ്ടാമത്തേത് അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് എയർ സംഭവിക്കുന്നുണ്ടോ അവിടെ? ഇനി സെൻട്രിഫ്യൂഗൽ ആയിട്ടുള്ള എയർ ഫ്ലോ ആണോ, സർക്കുലർ എയർ ഫ്ലോ ആണോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ബി എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത് നോക്കിക്കേ, 1, 2 and 4 സെൻട്രിഫ്യൂഗൽ എയർ ഫ്ലോ ഇല്ല. അത് നമുക്ക് ആ ഒരു എന്താണ് പിക്ചർ നമുക്ക് നല്ലതുപോലെ കിട്ടുമ്പോൾ നമുക്കത് മനസ്സിലാവും. സെൻട്രിഫ്യൂഗൽ ആയിട്ടുള്ള ഇതില്ല. 1, 2, 4 സർക്കുലാർ മോഷനാണ്. അത് നമ്മൾ ആദ്യമേ കണ്ടു, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി സെൻട്രിപീറ്റൽ ആണോ സെൻട്രിഫ്യൂഗൽ ആണോ എന്ന് നമുക്ക് ഞാൻ ആദ്യം വരച്ച ആ ഒരു ഫിഗറിൽ തന്നെയുണ്ട് അല്ലെ. സെൻട്രിപീറ്റലാണ്, അതായത് ലോ പ്രഷർ. എപ്പോഴും എന്താണ് സൈക്ലോൺസ് എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ സെൻറ്ററാണ്. ഈ ലോ പ്രഷറിലേക്ക് ഇങ്ങോട്ടേക്കാണ് എല്ലാവരും വരുന്നത് അല്ലേ. നമുക്ക് പണ്ട് നമ്മൾ പഠിക്കാറുണ്ടല്ലേ
സെൻട്രിപീറ്റലും സെൻട്രിഫ്യൂഗലും. സെൻട്രിപീറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, എല്ലാം കൂടി സെൻറ്ററിലേക്ക് കൂടിച്ചേരുവാണ് ചെയ്യുന്നത്. ഈ സെൻറ്ററിൽ നിന്നും ഡൈവേർജ് ചെയ്ത് പോയി അതിൻ്റെ അറ്റത്ത് വേണമെങ്കിൽ എന്തെന്ന് പറയാം, നമുക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു അതിൽ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. നോക്കിക്കേ, എ സൈക്ലോൺ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എയർ കൺവെർജൻസ്. എയർ കൺവെർജ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഈ ഇങ്ങോട്ടേക്ക് എയർ ലോ പ്രഷർ ആയിട്ടുള്ളതിൽ എയർ കൺവെർജ് ചെയ്തത് പൊങ്ങും. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഈ സൈക്ലോൺസ് എന്ന് പറയുന്നത് എവിടെയാണ് സംഭവിക്കുന്നത്, ചൂട് കൂടിയ ആൻറ്റി സൈക്ലോൺസ് ചൂട് കുറഞ്ഞ തണുത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ചൂട് കൂടുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് കൺവെർജ് ചെയ്തിട്ട് ഇത് കൊണ്ടങ്ങ് പോകും. എന്നിട്ട് ഇത് പിന്നെ ഡൈവേർജ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് കൺവെർജ് ചെയ്യാം, തുടക്കത്തിൽ ഇത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ആൻറ്റി സൈക്ലോൺസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്, ആൻറ്റി സൈക്ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കിക്കേ, ദ സൈക്ലോൺ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എയർ കൺവെർജൻസ് ടുവാർഡ്സ് എ ലോ പ്രഷർ സെൻറ്റർ, അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് എയർ ഡ്യൂ ടു ദിസ് കൺവെർജൻസ് ആൻഡ് എ സർക്കുലർ ഓഫ് സ്പൈറലിംഗ് മോഷൻ കാസ്റ്റ് ബൈ ദ കോറിയോളിസിസ് ഫോഴ്സ്. സൈക്ലോൺസ് ആർ ഡോമിനേറ്റഡ് ബൈ സെൻട്രിപീറ്റൽ ഫോഴ്സ് വിച്ച് പുൾസ് എയർ ഇൻവാർഡ്, അകത്തേക്ക്, ഇൻവാർഡ് ടുവേർഡ്സ് ദ സെൻറ്റർ റാദർ ദാൻ പുഷിംഗ് ദ ഔട്ട്വേർഡ്. അത് പുറത്തേക്ക് തള്ളുന്നതിനെയും കാട്ടി ഇത് എങ്ങോട്ടാണ്, നടുക്കോട്ടാണ്, അല്ലെ സെൻട്രിപീറ്റൽ നടുക്കോട്ടാണ് ഇത് തള്ളുന്നത്. ഈ സൈക്ലോൺ ഈസ് ആൻ ഇൻറ്റൻസ് low pressure system in which air converges toward the center and rises, creating strong wind, heavy cloud and rainfall. അപ്പം നല്ല കാറ്റും നല്ല മേഘങ്ങളും നല്ല മഴയും വരാറുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ചക്രവാതങ്ങൾ വരുന്നു, അല്ലെ അറബിക്കടലിൽ ഇന്ന ചക്രവാതം, അല്ലെ ഇപ്പോൾ പേര് കൊടുക്കുന്നതൊക്കെ നമ്മൾ, അല്ലെ ചില പേരുകൾ കേട്ടാൽ നമുക്ക് ചിരി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും എന്താണ്, നല്ല റെയിൻഫോൾ ഉണ്ടാക്കാറുണ്ട് ഏത് സൈക്ലോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, The Coriolis forces cause the air to spiral counterclockwise in the northern hemisphere. എങ്ങനെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, എങ്ങനെയാണ് കൗണ്ടർ ക്ലോക്ക് വൈസ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസിൽ, എവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏതാണ് ആദ്യം നമ്മൾ എന്ത് പഠിച്ചു വെച്ചിരിക്കുക, ആദ്യം നമ്മൾ ഈ ഈ ഇതിൽ മാത്രം, അതായത് സൈക്ലോൺസ് മാത്രം ആദ്യം പഠിച്ചത്. സൈക്ലോൺസ് എങ്ങനെയാണെന്നുള്ളത്, സൈക്ലോൺസ് ആദ്യമേ നമുക്കറിയാം നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൗണ്ടർ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയായിരിക്കും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഏത് വരുന്നത് ആൻറ്റി സൈക്ലോൺസിൽ. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റത്തില്ല. ആദ്യമേ നമ്മൾ സൈക്ലോൺസ്. അപ്പോൾ ഈ സൈക്ലോൺസിൽ ഇങ്ങനെയാണ്, ഇത് റൈസിംഗ് വാം മോയിസ്റ്റ് എയർ ലീഡ്സ് ടു ദ കണ്ടൻസേഷൻ ഓഫ് ദ റിലീസസ് ലേറ്റന്റ് ഹീറ്റ് വിച്ച് ഫർദർ സ്ട്രെങ്തൻസ് ദ സിസ്റ്റം. ദ സൈക്ലോൺസ് ആർ അസോസിയേറ്റഡ് വിത്ത് the unstable weather, thunderstorm and sometimes destructive winds. ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള കാറ്റല്ലേ, വളരെ വിനാശകാരിയായിട്ടുള്ള കാറ്റൊക്കെ ഇത് അടിക്കാറുണ്ട്. സ്റ്റോം സർജസ് ആൻഡ് ഫ്ലഡിങ്, അല്ലെ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, പ്രളയമൊക്കെ ഉണ്ടാകാറുണ്ട് ഈ ഒരു സൈക്ലോണിൻ്റെ ഭാഗമായിട്ട്. ദേ വീക്കൻ വെൻ ദേ മൂവ് ഓവർ ലാൻഡ്, അതായത് നമ്മൾ ഇവർ ലാൻഡിലേക്ക് പോകുമ്പോൾ, ഈ സൈക്ലോൺസ് എവിടെയാണ്, കടലിലാണ് ഉത്ഭവിക്കുന്നത്, അവിടെ നിന്നും ലാൻഡിലേക്ക് പോകുമ്പോൾ, ലാൻഡ് ഓർ കോൾഡ് വാട്ടർ ബിക്കോസ് ദേ ലോസ് ദെയർ മോയ്സ്ചർ ആൻഡ് ഹീറ്റ് സപ്ലൈ, അതായത് അവർക്ക് അവരുടെ മെയിൻ എനർജി ഹീറ്റ് കിട്ടുവാണ്. ഈ ഹീറ്റ്, അതായത് നമ്മുടെ കടലിൽ നിന്ന് കിട്ടുന്ന ഹീറ്റാണ്. ഈ ഹീറ്റും അവിടെ നിന്ന് കിട്ടുന്ന മോയ്സ്ചറും കിട്ടാതിരിക്കുമ്പോഴത്തേക്ക് അവർ തകർന്നു പോകും, അല്ലേ, നമുക്ക് എനർജി ഇല്ലെങ്കിൽ നമ്മൾ തളർന്ന് വീഴത്തില്ലേ, അപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യും, ലാൻഡിൽ വീഴുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്ലോൺസുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ നോക്കിക്കഴിഞ്ഞു, എക്സ്പ്ലനേഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ. ഏതായിരുന്നു ആൻസർ എന്ന് പറയുന്നത്, ആൻസർ ബി ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സഹാറൻ ഡെസേർട്ട്. സഹാറ മരുഭൂമിയിലെ ഡസ്റ്റ്, അല്ലെങ്കിൽ സഹാറൻ ഡസ്റ്റുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് നോക്കാം. സഹാറൻ ഡസ്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ സഹാറൻ ഡസ്റ്റ് ഫെർട്ടിലൈസ് ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ കോണ്ടിനെന്റ്സ് ഒക്കെ എവിടെയാണ്, ഈ സഹാറ എവിടെയാണെന്നൊക്കെ ഒരു ഐഡിയ വേണം കേട്ടോ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് മിനറൽ ന്യൂട്രിയൻസ് ഫോർ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ഇൻ ദ അറ്റ്ലാന്റിക് ഓഷൻ. അറ്റ്ലാന്റിക് ഓഷൻ്റെ സൈഡിലായിട്ട് വരുന്ന ആഫ്രിക്ക, അമേരിക്ക, ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അവിടെയുള്ള അറ്റ്ലാന്റിക് ഓഷനിൽ ഈ അവിടെയുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൻസിൽ, ആ കടലിലുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ഉണ്ടല്ലോ, മേജർ പ്രൊഡ്യൂസറാണ് ഫൈറ്റോ പ്ലാങ്ക്ടൻസ് എന്ന് പറയുന്നത് കടലിൽ. അപ്പോൾ അവിടെയുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൻസിനൊക്കെ മിനറൽ ന്യൂട്രിയൻസ് ഈ ഒരു സഹാറൻ ഡസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഹെൽപ്ഡ് ദ ബിൽഡ് ബീച്ചസ് അക്രോസ് ദ കരീബിയൻ ആഫ്റ്റർ ബീങ് ഡിപ്പോസിറ്റഡ് ഫോർ 1000 of years. അല്ലെ, ഒരുപാട് നാളിത് ഇങ്ങനെ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും,
ബീച്ച് ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് ഡസ്റ്റ് ആണല്ലോ, സ്വാഭാവികമായി കുറേ വർഷം കഴിയുമ്പോൾ ഈ ഡസ്റ്റ് കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് ബീച്ച് ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ സഹാറൻ ഡസ്റ്റ് ഡു നോട്ട് പ്ലേ എനി റോൾ ഇൻ ഡിറ്റർമിനിങ് ദ ഇന്റൻസിറ്റി ഓഫ് ഹ്യൂറിക്കെയിൻസ് ഇൻ അറ്റ്ലാന്റിക് ഓഷൻ. അപ്പോൾ എന്താണ് പറയുന്നത്? ദ സഹാറൻ ഡസ്റ്റ് ഡു നോട്ട് പ്ലേ ഇൻ ഡിറ്റർമിനിങ് ദ ഇന്റൻസിറ്റി ഓഫ് ഹ്യൂറിക്കെയിൻ. അറ്റ്ലാന്റിക് ഓഷനിലെ ഹ്യൂറിക്കെയിനിൽ എന്താണെന്നുള്ളതാണ്, അറ്റ്ലാന്റിക് ഓഷനിലെ ഹ്യൂറിക്കെയിൻ. ഓക്കെ, അതായത് ഈ സൈക്ലോൺസിൻ്റെ പല പേര് പല സ്ഥലങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓഷനിലാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും വേണ്ട, നമ്മൾ സൈക്ലോൺസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എന്താണ് അറ്റ്ലാന്റിക് ഓഷനിൽ ഇതിൻ്റെ ഈ സഹാറൻ ഡസ്റ്റ് എന്തെങ്കിലും ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഡി ആണ്. അതായത് 1, 2 and 3. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ശരിയായിട്ടുള്ളതാണ്, നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്നുള്ളത്. അതായത് സഹാറൻ ഡസ്റ്റ് ഡു നോട്ട് പ്ലേ എന്നാണ് പറയുന്നത്, പക്ഷേ പ്ലേ ചെയ്യുന്നുണ്ട്, ഒരു മേജർ റോൾ അതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതായത് സഹാറൻ ഡസ്റ്റിൻ്റെ, അതായത് ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. സഹാറൻ ഡസ്റ്റ് ഫെർട്ടിലൈസ് ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ശരിയാണ്, ആമസോൺ മഴക്കാടുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സഹാറൻ ഡസ്റ്റ് ഫെർട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സഹാറൻ ഡസ്റ്റ് കണ്ടെയ്ൻസ്, അപ്പോൾ എങ്ങനെ ഫെർട്ടിലൈസ് ചെയ്യുന്നത്? ഇതിൽ കുറേ മിനറൽസ് ആയിട്ടുള്ള, അപ്പോൾ ഫോസ്ഫറസ് അതുപോലെ പല അതർ മിനറൽസ് ഒക്കെ ഏതിലുണ്ട്? ഈ ഡസ്റ്റിലുണ്ട്, ഈ പൊടിയിലുണ്ട്. ഇനി എവരി ഇയർ വിൻസ് ക്യാരി മില്യൺസ് ഓഫ് ടൺസ് ഓഫ് ദ ഡസ്റ്റ് അക്രോസ് ദ അറ്റ്ലാന്റിക് ഹെൽപ്പിംഗ് റീപ്ലെനിഷ് ന്യൂട്രിയൻസ് ഇൻ ആമസോൺ സോയിൽ. ഇറ്റ് പ്രൊവൈഡ് മിനറൽ ന്യൂട്രിയൻസ് ടു ഫൈറ്റോപ്ലാങ്ക്ടൺ. ഇതിൽ ഓൾറെഡി മിനറൽസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫൈറ്റോപ്ലാങ്ക്ടൺസിനും ഓഫ് കോഴ്സ് എന്താണ്, അവർക്ക് എന്ത് ചെയ്യും? ഈ ഒരു മിനറൽസ് ഉപയോഗപ്രദമാകും, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ദ ഡസ്റ്റ് ഇൻ റിച്ച് ഇൻ അയൺ ആൻഡ് എസെൻഷ്യൽ ന്യൂട്രിയൻ ഫോർ ദ ഫൈറ്റോപ്ലാങ്ക്ടൺ. അപ്പോൾ ഫൈറ്റോപ്ലാങ്ക്ടൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഏത് മിനറൽ, എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഏത് അയൺ ഉണ്ട്. അപ്പോൾ അത് മറൈൻ ഫുഡ് ചെയിനെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമ്മൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തത് കുറേ, ഇപ്പം 1-2 ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, 1-2 ദിവസം കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബീച്ച് ആവുന്നില്ല, കുറേ ഇല്ല, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ സഹാറൻ ഡസ്റ്റ് കൊണ്ട് അവിടെ ഇടുന്ന മണ്ണ് അതെന്ത് ചെയ്യുന്നുണ്ട്? ലോങ് ടേം ഡിപ്പോസിഷനിലൂടെ എന്ത് നടക്കുകയാണ് ചെയ്യുന്നത്? കരീബിയൻ ബീച്ചിൻ്റെ എൻറിച്ച്മെൻറ്റും അതുപോലെ ഒരു ബീച്ച് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നമ്മൾ എങ്ങനെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഹാറൻ ഡസ്റ്റ് നോട്ട് പ്ലേ എന്ന് പറയുന്നുണ്ട്. ഡസ്റ്റ് നോട്ട് അല്ല, ഇത് ഡസ് ആണ്. അതാണ് ഇവിടുത്തെ തെറ്റാനായിട്ടുള്ളൊരു കാരണം എന്നത്. സഹാറൻ ഡസ്റ്റ് എഫക്ട് ദ ഹ്യൂറിക്കൻ ഇൻറ്റൻസിറ്റി. ഇറ്റ് ക്രിയേറ്റ്സ് ഡ്രൈ എയർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി വിച്ച് ക്യാൻ സപ്രസ് ഹ്യൂറിക്കൻ ഫോർമേഷൻ ആൻഡ് വീക്കൻ സ്റ്റോംസ്. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നത്? ഒരു ഡ്രൈ എയർ ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ സഹാറ എന്ന് മരുഭൂമിയിൽ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ കാറ്റ് വരുന്ന സ്ഥലത്ത് നിന്ന് അവിടുത്തെ ആ ഒരു പ്രോപ്പർട്ടി എന്തായാലും കാറ്റിന് അല്ലെങ്കിൽ ആ ഡസ്റ്റിലുണ്ടാവും. അപ്പോൾ ഈ സഹാറൻ ഈ വരുന്ന ഇതെന്ത് ചെയ്യും? സഹാറൻ ഡസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡ്രൈ എയറും അതുപോലെ അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി വിച്ച് ക്യാൻ സപ്രസ് ഹ്യൂറിക്കൻ ഫോർമേഷൻ ആൻഡ് വീക്കൻ സ്റ്റോംസ്. അതായത് സപ്രസ് ചെയ്യാൻ, ഹ്യൂറിക്കനെ സപ്രസ് ചെയ്യാൻ. അപ്പോൾ അതൊരു മേജർ റോള് പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സഹാറൻ ഡസ്റ്റ് പ്ലേ മേജർ റോൾ ഇൻ ഡിറ്റർമിൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഹ്യൂറിക്കൻ. ഏത് കടലിലാണ് ഇത് എന്ന് പറയുന്നത്? അറ്റ്ലാന്റിക് ഓഷനിലാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻസ്. ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം. ഏതാണ് കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം? ഓപ്ഷൻ എ വിൻഡ് വെയിൻ, ഓപ്ഷൻ ബി രസബാരോമീറ്റർ, ഓപ്ഷൻ സി ഹൈഗ്രോമീറ്റർ, ഓപ്ഷൻ ഡി ആനിമോമീറ്റർ. ഇതിൽ തന്നെ നമുക്കിപ്പോൾ രസബാരോമീറ്ററും അല്ലെ മെർക്കുറി ബാരോമീറ്ററും പിന്നെ അതുപോലെ ഹൈഗ്രോമീറ്ററിൽ ഹൈഗ്രോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ജലത്തിൻ്റെ ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, ഹൈഗ്രോസ്കോപ്പിക് എന്നൊക്കെയുള്ള ആ വാക്കിൽ തന്നെ നമുക്ക് ഒരല്പം ജലം എന്ന് പറയാം അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയിലോട്ടൊക്കെ നമ്മൾ എത്തും. പിന്നെ ബാരോമീറ്റർ നമുക്കറിയാം അല്ലെ, അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ ഇതിൽ ആണ്. പിന്നെ നമുക്ക് തെറ്റാനായിട്ടുള്ളത് ഇവിടെ എന്താണ്? വിൻഡ് വെയിനും ഉണ്ട്, അനിമോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും വ്യക്തമായി പഠിച്ചു വെച്ചിരിക്കുക. കാറ്റിൻ്റെ വേഗതയാണെങ്കിൽ ഏതാണ്? കാറ്റിൻ്റെ വേഗതയാണെങ്കിൽ അളക്കുന്നത് ഏതാണ്? അനിമോമീറ്ററാണ്. അപ്പോൾ വേഗതയുള്ള ഒരു അനി എന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ ആരെങ്കിലും ഓർത്തുള്ളൂ, നല്ല വേഗതയാണെന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ കാറ്റിൻ്റെ വേഗതയാണെങ്കിൽ അത് അനിമോമീറ്റർ ആണ്. എങ്കിൽ വിൻഡ് വെയിൻ ആണെങ്കിലും അത് കാറ്റിൻ്റെ ദിശയാണ്, ഡയറക്ഷനാണ് വിൻഡ് വെയിനിൽ. പിന്നെ ബാക്കി രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബാരോമീറ്റർ എങ്ങനെയാണെങ്കിൽ എന്താണ്? വായുവിൻ്റെ മർദ്ദം, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഹൈഗ്രോമീറ്റർ ആണെങ്കിലോ ആർദ്രത, ഹ്യൂമിഡിറ്റി അളക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു.
പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ പ്ലെയിൻ എലോങ് വിച്ച് ടു എയർ മാസസ് വിത്ത് ഡിഫറൻറ്റ് ടെമ്പറേച്ചർ മീറ്റ്, അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലുള്ള രണ്ട് എയർ മാസസ് ഒരുമിക്കുക, അതായത് മീറ്റ് ചെയ്യുന്ന ഒരു പ്ലെയിനിൽ, ദ പ്ലെയിൻ എലോങ് വിത്ത് ടു എയർ മാസസ് ഇങ്ങനെ എന്ത് ചെയ്യുക, ഡിഫറൻറ്റ് ടെമ്പറേച്ചറിലുള്ള ഒരു മീറ്റ് ചെയ്യുന്നതാണ് എന്തായാലും ഐസോബാർ. ഈ ബാറ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലേ, ബാറ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഒരു മർദ്ദവുമായി ബന്ധപ്പെട്ട അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ഐസോ തേംസ് എന്ന് നമ്മൾ പറയും. ഇതെല്ലാം ഇമാജിനറി ലൈൻസ് ആണ്. അതായത് ഐസോ ബാർ ആണെങ്കിലും ഐസോ തേംസ് ആണെങ്കിൽ ഒരേപോലെ ടെമ്പറേച്ചറുള്ള അല്ലെങ്കിൽ ഒരേപോലെ പ്രഷറുള്ള ഭൂമിയിലുള്ള പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന, അത് ഒറിജിനൽ അല്ല കേട്ടോ, ഇമാജിനറി ആയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് എന്ന് പറയുന്നത് ഈ ഐസോ ബാറും ഐസോ തേംസും. അപ്പോൾ അതല്ല എന്ന് നമുക്ക്. പിന്നെ ഡോൾഡ്രംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിർവാതമായിട്ടുള്ള, വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാറ്റ്, നിർവാത മേഖല എന്നാണ് അതിനെ പറയുന്നത് ഡോൾഡ്രംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇങ്ങനെ വരാനായിട്ടുള്ളൊരു ചാൻസ് ഇല്ല. പിന്നെ ഉള്ളത് ടൈഫൂണാണ്, അതുമല്ല. അപ്പോൾ നമുക്ക് ആൻസർ ഒരുവിധം നമുക്ക് കിട്ടും ഫ്രോണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രോണ്ട് ടെമ്പറേറ്റ് സൈക്ലോൺസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്ലെയിനിൽ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഡിഫറെൻറ്റ് എയർ മാസസ് വിത്ത് ഡിഫറൻറ്റ് ടെമ്പറേച്ചർ. ചിലപ്പോൾ അത് എങ്ങനെയായിരിക്കും, ഡിഫറൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. കോൾഡായിട്ടുള്ള ഫ്രണ്ടും കാണും, കോൾഡും കാണും, വാം ഫ്രണ്ടും കാണും. ഇവ രണ്ടും കൂടി ഇങ്ങനെ ചേരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഫ്രോണ്ട് എന്ന് പറയുന്നത്. എന്താണ്, ഈ രണ്ട് എയർ മാസസ് ചേരുന്ന ഈ ഒരു പ്ലെയിൻ, ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഫ്രോണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു ഫോർമേഷനെയാണ് നമ്മൾ ഫ്രോണ്ടോജെനസിസ് എന്ന് പറയുന്നത്. എന്താണ് ഫ്രോണ്ടോജെനസിസ് എന്ന വാക്ക്, ആ ഒരു വാക്ക് കിട്ടും അല്ലേ, പാർത്തനോജെനസിസ്. ജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ. അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്രോണ്ട് ഫോം ചെയ്യുന്നതിനാണ് ഫ്രോണ്ടോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. വെൻ ടു എയർ മാസസ് വിത്ത് ഡിഫറൻറ്റ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് ഡെൻസിറ്റി മീറ്റ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ദം, ഇവർ തമ്മിലുള്ള ആ ഒരു ബൗണ്ടറിനെയാണ് എന്തെന്ന് പറയുന്നത് ഫ്രോണ്ട് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഐസോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ലൈൻ കണക്റ്റിംഗ് പോയിന്റ് ഓഫ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഇങ്ങനെ എന്താണ് ഡോൾഡ്രംസ്, ലോ പ്രഷർ സോൺ നിയർ ദ ഇക്വേറ്റർ വിത്ത് കാം വിൻസ്. അതായത് ഇക്വേറ്ററിൽ നമുക്കറിയാമല്ലോ, അത്രയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ട്രോപ്പിക്കൽ, അതായത് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അല്ലെ, ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ തന്നെ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ്, പ്രഷർ വളരെ കുറവാണ്. അപ്പോൾ പ്രഷർ കൂടിയ സ്ഥലത്തു നിന്നാണ് കുറഞ്ഞ സ്ഥലത്തിലേക്കുള്ള കാറ്റിൻ്റെ പോക്കൊക്കെ. പക്ഷേ ഇത്രയും ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കാറ്റൊന്നും അങ്ങനെ വളരെ എന്താണ് വീക്കായിട്ടുള്ള അല്ലെ, അതായത് നമ്മുടെ ആ ഒരു ലോ പ്രഷർ സോൺ, ഇക്വേറ്ററിൻ്റെ ലോ പ്രഷർ സോണിൽ എന്ന് പറയുന്നത് കാറ്റ് എങ്ങനെയാണ്, വളരെ കാമായിട്ടുള്ള, വളരെ എന്താണ് രൂപിയായിട്ടുള്ള കാറ്റാണ് അടിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നിർവാത മേഖല, മലയാളത്തിൽ നിർവാതം, വാദം എന്ന് പറയുമ്പോഴത്തേക്കും കാറ്റാണ് കേട്ടോ, വാതകം അല്ല, അത് ഗ്യാസ് ആയി പോവും, വാദം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇതാണ് ഡോൾഡ്രംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആൻസർ അല്ലാതെ നമുക്ക് കിട്ടും. ഇനി ടൈഫൂൺ എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ സൈൻ, അതായത് നോർത്തേൺ പസഫിക്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ നേരത്തെ നമ്മൾ അറ്റ്ലാന്റിക്കിൽ ഹ്യൂറിക്കെയിൻ പറഞ്ഞു, ഇപ്പോൾ ഇന്ത്യൻ ഓഷൻ ആണെങ്കിൽ നമുക്ക് സൈക്ലോൺസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നോർത്ത് വെസ്റ്റ് പസഫിക്കിലുള്ളതാണ് ടൈഫൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ആൻസർ കിട്ടി. ആൻസർ ബി ആണ്, ഫ്രോണ്ട് ആണ്. ഇനി നമുക്ക് ടെമ്പറേച്ചർ ആൻഡ് സീസൺസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ഷോർട്ട് ടൈം ക്ലൈമറ്റിക് പ്രഡിഷൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈവൻറ്റ്സ് ഡിറ്റക്റ്റഡ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഒക്കേഷണൽ വീക്ക് മൺസൂൺ റെയിൻസ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അതായത് നമ്മുടെ ഈ താഴെ ഫോർ ഷോർട്ട് ടൈം ആയിട്ടൊരു ക്ലൈമറ്റിക് പ്രഡിഷനിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്സ്, അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഇവൻറ്റ്സിൽ ഡിറ്റക്റ്റഡ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഒക്കേഷണൽ വീക്ക് മൺസൂൺ റെയിൻ ഇൻ ദ ഇന്ത്യ. അതായത് മൺസൂണിനെ വീക്കാക്കുന്ന, മൺസൂണിനെ ദുർബലമാക്കുന്ന താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊരു നമുക്കിപ്പോൾ ലാസ്റ്റ് ഡെക്കേഡിൽ നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത്, അതായത് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ മൺസൂണിനെ ദുർബലപ്പെടുത്തുന്നത് അതായത് ദുർബലപ്പെടുത്തുന്ന ഏത് ഇതിൽ താഴെ ഏതാണെന്ന് നോക്കാം. ലാനിനെയാണോ, മൂവ്മെൻറ്റ് ഓഫ് ജെറ്റ് സ്ട്രീം ആണോ, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഓൺ ഗ്ലോബൽ ലെവൽ ആണോ, അതേ നമ്മുടെ എന്താണ് എൽനിനോ ആൻഡ് സദേൺ ഓസിലേഷൻ ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ആൻസർ സി ആണ്, എൽനിനോ ആൻഡ് സദേൺ ഓസിലേഷൻ. ഇത് നമ്മൾ ചേർത്ത് നമ്മൾ പറയാറുണ്ട്, അതായത് ഇത് സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് എൽനിനോ ആൻഡ് സദേൺ ഓസിലേഷൻ. ഇപ്പോൾ എൽനിനോ എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് വാക്കാണ് കേട്ടോ. എൽനിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ ബോയ് എന്ന് പറയുന്നതാണ്. ഇനി ഇതിൻ്റെ വേറൊരു വകഭേദമാണ് ഏതെന്ന് പറയുന്നത് ലാലിന എന്ന് പറയുന്നത്. അത് ലിറ്റിൽ ഗേൾ എന്നുമാണ് അതിൻ്റെ അല്ലെ, ചെറിയ പെൺകുട്ടി അല്ലെങ്കിൽ ചെറിയ ആൺകുട്ടി എന്നൊക്കെ പറയുന്ന ഈ ഒരു വാക്കുകളാണ്, സ്പാനിഷ് വാക്കാണ് എന്ന് പറയുന്നത് എൽനിനോ, ലാനിന എന്ന് പറയുന്നത്. ഇനി എന്താണ് എൽനിനോ അതുകൊണ്ട് സദേൺ ഓസിലേഷൻ എന്ന് പറയുന്നത്, അതായത് എൽനിനോയും സദേൺ ഓസിലേഷനും എന്താണെന്നുള്ളത് നോക്കാം. അതായത് എൽനിനോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലൈമറ്റിക് ഫിനോമിനൻ ദാറ്റ് ഒക്കർ ഇൻ ട്രോപ്പിക്കൽ പസഫിക് ഓഷൻ. എവിടെയാണ്, നമ്മുടെ ഇന്ത്യൻ ഓഷനോ അറ്റ്ലാന്റിക് ഓഷനോ ഒന്നുമല്ല, ട്രോപ്പിക്കൽ ആയിട്ടുള്ള പസഫിക് ഓഷൻ, അതായത് ട്രോപ്പിക്കൽ റീജിയനിൽ വരുന്ന പസഫിക് ഓഷൻ, ആൻഡ് ഹാസ് സിഗ്നിഫിക്കൻറ്റ് എഫക്റ്റ് ഓൺ ഗ്ലോബൽ വെതർ. അപ്പോൾ അവിടെ എന്തെങ്കിലും
സംഭവിച്ചോട്ടെ, നമുക്ക് എന്താ, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മുടെയും കൂടി ബാധിക്കുന്ന ഒരു കേസാണ്. പസഫിക്കിൽ എന്ത് സംഭവിച്ചെന്താ, അല്ലേ, പസഫിക് അങ്ങ് അന്റാർട്ടിക്കയിൽ എന്ത് സംഭവിച്ചെന്താ ഒന്നും നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് എന്താണ് എവിടെയെങ്കിലും ഇപ്പോൾ ഈ അന്റാർട്ടിക്കയിലുള്ള നമ്മുടെ ഈ വിള്ളൽ എന്ത് സംഭവിച്ചു, ഈ നമുക്ക് എന്ത് സംഭവിച്ചു, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓസോണിൽ അവിടെ ഇപ്പോൾ വിള്ളൽ വന്ന് നമുക്കെന്താ, അതങ്ങ് അന്റാർട്ടിക്കലല്ലേ. പക്ഷേ ഇത് ഗ്ലോബലി എന്താണ് എല്ലാ, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഫിനോമിനെ എല്ലാത്തിനെയും തകിടം മറിക്കുക. അപ്പോൾ അതുപോലെയുള്ളൊരു കാര്യമാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ച്. ഇപ്പോൾ പസഫിക്, അതായത് ട്രോപ്പിക്കൽ പസഫിക് സോണിൽ ഇതിങ്ങനെ ഒരു ഫിനോമിന ഉണ്ടായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഗ്ലോബൽ വെതറിനെ സംബന്ധിച്ചും എന്താണ് വലിയൊരു ഇൻഫ്ലുവൻസ് ഇത് ചെലുത്താറുണ്ട്. അപ്പോൾ എൽനിനോ ആൻഡ് സദേൺ ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലൈമാറ്റിക് ഫിനോമിനാണ്. ഇനി ഇതിൽ തന്നെ എൽനിനോ എന്ന് പറയുന്നത് എന്താണ്, ഒരു അൺയൂഷ്വൽ വാർമിംഗ് ഓഫ് സീ സർഫസ്. അത് ഇതിൽ തന്നെ ഞാൻ പറയട്ടെ, എൽനിനോ അതുപോലെ സദേൺ ഓസിലേഷൻ, ഇത് രണ്ടും കൂടെ ചേർന്നാണ് നമ്മൾ എൻസോ എന്ന് പറയുന്നത്. എന്താണ് എൽനിനോ, ആദ്യത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ എൽനിനോയും സദേൺ ഓസിലേഷൻ, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് എൻസോ എന്ന് നമ്മൾ പറയുന്നത്. അതിൽ തന്നെ എൽനിനോ എന്ന് പറയുന്ന പ്രതിഭാസം എന്ന് പറഞ്ഞാൽ അൺയൂഷ്വൽ ആയിട്ടുള്ള വാർമിംഗ്, സീ സർഫസിൻ്റെ വാർമിംഗ് ആണ്. ഓക്കെ, അതാണ് എൽനിനോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ സീ സർഫസിൽ ഇത്രയും ഇങ്ങനെ ചൂട് തിളച്ച് കിടക്കുന്ന വെള്ളമാണ് ഇവിടെ സീൽ. ഇങ്ങനെ കിടക്കുന്ന ഇത്രയും ടെമ്പറേച്ചർ കൂടിയ വെള്ളത്തിലും എവിടെയാണ് സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ പസഫിക്, ഇൻ വിച്ച് വീക്ക് ദ ട്രേഡ് വിൻസ് ആൻഡ് ആൾട്ടർ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ. അത് ഇത് എന്ത് ചെയ്യും, നമ്മുടെ ട്രേഡ് വിൻസ് ഇല്ലേ, നമ്മുടെ പെർമനന്റ് വിൻസിൽ നമ്മൾ ആദ്യം പഠിച്ച ട്രേഡ് വിൻസ് ഉണ്ടല്ലോ, വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്, അവരെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അവരെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് എന്തിനേക്കും നമുക്ക്, അതായത് ദീസ് വാർമിംഗ് റെഡ്യൂസസ് റെയിൻഫോൾ ഇൻ റീജിയൻസ് ലൈക്ക് ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ. അപ്പം നമുക്ക് എന്താണ്, നമ്മുടെ ഈ മഴ നന്നായിട്ട് കുറയും. എവിടെയൊക്കെയാണ്, ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും. പക്ഷേ ഇത് ഇവിടെ നമുക്ക് മഴ കുറയ്ക്കുമെങ്കിൽ ഇവർ എവിടെ പോയി മഴയുണ്ടാക്കും, ഹെവി റെയിൻസ് ആൻഡ് ഫ്ലഡ് ഇൻ പാർട്സ് ഓഫ് സൗത്ത് അമേരിക്ക. കേട്ടോ, ഇവരെവിടെ പോയി, സൗത്ത് അമേരിക്കയിൽ ഈ ഒരു പ്രതിഭാസം എന്താണ്, നല്ലൊരു മഴ റെയിൻഫോൾ കിട്ടാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ എൽനിനോ നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൽനിനോ എന്ന് പറയുന്നത് വാർമിംഗ് ഓഫ് സീ സർഫസ് ആണ്, അതായത് സീ സർഫസ് അത്ര ഇങ്ങനെ തിളച്ച് മറിയുന്നതാണ്. ഇനി ഇതിൽ തന്നെ നമുക്ക് സദേൺ ഓസിലേഷൻ, ഇത് രണ്ടും കൂടെ ചേർന്നതാണ്, ഞാൻ ഇവർ സൈമിൾട്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ എൽനിനോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ, ഇങ്ങനെ ഇന്ന സമയത്ത് നടക്കും. സാധാരണയായിട്ട് ഒരു 2 to 7 ഗ്യാപ്പൊക്കെ വന്നിട്ട് അങ്ങനെയാണ് ഇത് നടക്കുന്നത്, 2 to 7 ഇയേഴ്സ്. ഇനി ഇതിൽ തന്നെ ഈ എൽനിനോയും സദേൺ ഓസിലേഷൻസും കൂടി ചേർന്ന് വരുന്നതാണ് എൻസോ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ തന്നെ സദേൺ ഓസിലേഷൻ എന്താണെന്ന് നോക്കാം. ഈസ് ദ അറ്റ്മോസ്ഫിയറിക് കമ്പോണൻറ്റ് ഓഫ് എൻസോ ആൻഡ് ഇൻവോൾവ് ചേഞ്ചസ് ഇൻ എയർ പ്രഷർ ബിറ്റ്വീൻ. അതായത് നമ്മൾ നേരത്തെ ആ വെള്ളത്തിന്, അതായത് സീ വാട്ടറിലുള്ള അത് പെട്ടെന്ന് തിളയ്ക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇത് എയർ പ്രഷർ ബിറ്റ്വീൻ ദ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പസഫിക് മെഷേർഡ് ബൈ ദ സദേൺ ഓസിലേഷൻ. അതായത് സദേൺ ഓസിലേഷൻ ഇൻഡെക്സ് വെച്ചിട്ടാണ് ഇത് അളക്കുന്നത്. അപ്പോൾ ടുഗദർ ദീസ്, അതായത് ഇപ്പോൾ ഓഷനിലെ ഉള്ള വെള്ളം എന്താണ്, പസഫിക് ഓഷനിൽ, ട്രോപ്പിക്കലായിട്ടുള്ള ഏരിയയിലുള്ള പസഫിക് ഓഷനിലെ വെള്ളം തിളച്ച് കിടക്കുവാണ്. അപ്പോൾ അത് ഓഷൻ ആയിട്ടുള്ളതും. ഇനി അറ്റ്മോസ്ഫിയറിക് ഇൻട്രാക്ഷൻ വരുന്നത്, അറ്റ്മോസ്ഫിയറിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ദ എയർ പ്രഷർ ബിറ്റ്വീൻ ദ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പസഫിക്, അത് ഇവിടെയുള്ള ആ ഒരു എയർ പ്രഷറിൻ്റെ ഇതും ഇങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഓഷൻ ഇൻട്രാക്ഷൻ, തിളച്ച് കിടക്കുന്ന ഓഷൻ അറ്റ്മോസ്ഫിയറിക് ഇൻട്രാക്ഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കാറുണ്ട്, ഡ്രോട്ട് വരാം, വരൾച്ച വരാം, ഫ്ലഡ് വരാം, മൺസൂൺ സ്ട്രെങ്തിൽ എന്ത് ചെയ്യാറുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതാണ് നമുക്ക് മഴ, നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ച്, ഓസ്ട്രേലിയക്കാരെ സംബന്ധിച്ചുള്ള മഴയും പിന്നെ സൗത്ത് അമേരിക്കയിൽ ഇവർ എങ്ങനെയാണ് മഴ കൂട്ടുന്നതും എന്നുള്ളത്. ആൻഡ് ഈവൻ ഗ്ലോബൽ ടെമ്പറേച്ചർ പാറ്റേൺ, നമ്മുടെ ലോകം മൊത്തത്തിലുള്ള ടെമ്പറേച്ചർ പാറ്റേണിനെ തന്നെ ഇതെന്ത് ചെയ്യാറുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ എൽനിനോ ചെറിയ കാര്യമല്ല അല്ലേ. സദേൺ ഓസിലേഷനും ഇത് രണ്ടും കൂടെ ചേർന്ന്, എൻസോയും കൂടെ ചേർന്ന്, രണ്ടുപേരും കൂടെ കൂട്ടുകെട്ടിലാണ് ഇത് ഇത്രയും സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് ലാനിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽനിനോയുടെ ഓപ്പോസിറ്റ് ഫിനോമിനയാണ്. അതായത് ഈ ഒരു സീ സർഫസ് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ലാനിനയിൽ എന്താണ് സംഭവിക്കുന്നത്, സീ സർഫസിൻ്റെ ടെമ്പറേച്ചർ എന്താണ്, തണുക്കുവാണ്. അവിടെ ചൂടാവുകയാണെങ്കിൽ ഇവിടെ അതായത് മറ്റേ നമ്മളെ എൽനിനോയും ലാനിനയുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൽനിനോ എന്ന് പറയുന്നത് എന്താണ്, ചെറിയ ആൺകുട്ടിയാണ്. ഈ ലാനിന എന്ന് പറയുന്നത് എന്താണ്, ചെറിയ പെൺകുട്ടി വളരെ കൂളായിട്ടുള്ള അല്ലെ, കൂളായിട്ടുള്ള ഒരു ഐസ്ക്രീം പോലെ വളരെ കൂളായിട്ടുള്ള പെൺകുട്ടി. ലാനിനയാണെങ്കിൽ എങ്ങനെയാണ്, കൂളിംഗ് ആണ് അല്ലെ, വളരെ ടെമ്പറേച്ചർ വളരെ കുറയ്ക്കുവാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് സ്ട്രെങ്തൻ ദ ട്രേഡ് വിൻസ് ആൻഡ് യൂഷ്വലി ബ്രിങ് സ്ട്രോങ്ങർ മൺസൂൺ. അതായത് ഈ ലാനിന വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് പ്രളയത്തിൽ പോകും. അപ്പോൾ രണ്ടായാലും നമുക്ക് കേടുപാടുകൾ തന്നെയാണ്. ഇതെന്തേക്ക് ഇപ്പോൾ മൺസൂൺ റെയിൻഫോൾ സ്ട്രോങ് ആക്കിയിട്ട് ഫ്ലഡ്, അതായത് നമുക്ക് ഇന്ത്യയിൽ ഫ്ലഡ് ഉണ്ടാക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് വേറൊരു എക്സ്ട്രീം ആണെങ്കിൽ മഴ കുറച്ചങ്ങനെ ഒരു ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ലാനിന എങ്ങനെയാണ് ഫ്ലഡ് വരെ ഉണ്ടാക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഇതിൽ നോക്കാം. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ ആയിട്ടുള്ള ജെറ്റ് സ്ട്രീം എന്താണെന്ന് നോക്കാം. ജെറ്റ് സ്ട്രീംസ് ആർ നാരോ ബാൻഡ് ഓഫ് വെരി സ്ട്രോങ് വിൻസ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ. ഇത് എവിടെയാണ്, ലോവർ അറ്റ്മോസ്ഫിയർ അല്ല, അപ്പർ
അപ്പർ അറ്റ്മോസ്ഫിയറിലെ ഒരു നാരോ ബാൻഡ് ഓഫ് സ്ട്രോങ് വിൻഡ്സ്, അല്ലെങ്കിൽ നല്ല സ്ട്രോങ് വിൻഡുകളുടെ ഒരു നാരോ ബാൻഡ് എവിടെയാണ്? അപ്പർ അറ്റ്മോസ്ഫിയറിൽ. ആൻഡ് ദെയർ ഷിഫ്റ്റ് ഇൻഫ്ലുവൻസ് വെതർ പാറ്റേൺസ് ലൈക്ക് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. അതായത് ഇവരിലുള്ള ഷിഫ്റ്റ്, അതായത് ഇപ്പോൾ ജെറ്റ് സ്ട്രീമിൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ആരെയൊക്കെ അഫക്റ്റ് ചെയ്യാറുണ്ട്? അതായത് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ആൻഡ് വിൻ്റർ റെയിൻ, ബട്ട് ദേ ആർ നോട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദ വീക്ക് മൺസൂൺ ഇയേഴ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ അത് ഡയറക്ട്ലി ലിങ്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ജെറ്റ് സ്ട്രീംസുമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ അതുപോലെ നമുക്ക് ഗ്രീൻ ഹൗസിൻ്റെതാണെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് എ ലോങ് ടേം ഗ്ലോബൽ വാർമിംഗ് പ്രോസസ്സാണ്. അതായത് ലോങ് ടേം ഒരു എന്താണ് ഗ്ലോബൽ വാർമിംഗ് കൂട്ടുന്ന ഒരു പ്രോസസ്സാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ആൻഡ് കാസ്റ്റ് ബൈ ഏതൊക്കെ അറിയാലോ നമുക്ക്, ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പറയാറുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിൻ്റെ ഹീറ്റ് ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കും, അല്ലെ പിടിച്ച് വെച്ചിരിക്കും. അതായത് ഒരു ഗ്രീൻ ഹൗസ് എന്നതുപോലെ. അപ്പോൾ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ അവർക്ക് തണുത്ത അന്തരീക്ഷമാണ്. അപ്പോൾ അവർ ചെടിയെ വളർത്താനായിട്ട് ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് ചെടി അതിനകത്ത്. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന എന്താണ് ചൂടിനെ അവർ സസ്റ്റെയിൻ ചെയ്ത് വെച്ചിരിക്കും ഈ എന്താണ് ഗ്രീൻ ഹൗസസ്. അപ്പോൾ ആ അതൊരു എഫക്റ്റ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നൊക്കെ ഇതിനെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷനെ നമ്മൾ നോക്കി. ഇനി നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ഇവിടെ നമ്മൾ വ്യക്തമായി ശ്രദ്ധിക്കുക. ഭൂമിയുടെ 2 അർദ്ധഗോളം, 2 ഹെമിസ്ഫിയറുകളിൽ നോർത്തേൺ ഹെമിസ്ഫിയർ ഉണ്ട്, സദേൺ ഹെമിസ്ഫിയർ ഉണ്ട്, അല്ലേ? നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹെമിസ്ഫിയർ എന്നും നമുക്ക് വേർതിരിക്കുന്നത് നമ്മുടെ ഏതാണ്? 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള, അല്ലെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഇക്വേറ്റർ, അതാണ് ഭൂമധ്യരേഖ. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഈ ഇക്വേറ്ററാണ് നമ്മൾ എന്താണ് ഒരു ബേസ് ആയിട്ട് വെച്ചിട്ട് നമ്മളെ എർത്തിനെ 2 ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും അതെ സദേൺ ഹെമിസ്ഫിയർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും ഡേ ആൻഡ് നൈറ്റ് തുല്യമായിട്ട്, അതായത് ഈക്വൽ ആയിട്ടുള്ള ഡേ ആൻഡ് നൈറ്റ് ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടം എന്തായിരിക്കും? രാത്രി കൂടുന്നതായിരിക്കും, അല്ലേ? കുറച്ചും കൂടി സമയം കിടന്ന് ഉറങ്ങാനോ. അതായത് ഇത് പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അതിലിപ്പോൾ വിഷമമില്ല. ഈക്വൽ ആയിട്ടുള്ള ഡേയും നൈറ്റും വരുന്നത്. അങ്ങനെ വരുന്ന ദിവസങ്ങളെ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗ്രീഷ്മ അയനാന്ത ദിനം, ഓപ്ഷൻ ബി വിഷുവം, ഓപ്ഷൻ സി ശൈത്യ അയനാന്ത ദിനം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അതായത് നമ്മുടെ വിഷുവമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതെന്ന് നോക്കാം. അതായത് എന്താണ് വിഷുവം, എത്ര വിഷുവങ്ങളുണ്ട് എന്നുള്ളത് നോക്കാം. അതായത് ഈക്വൽ ആയിട്ട് ഡേയും നൈറ്റും വരുന്നത് എപ്പോഴൊക്കെയാണ്, അത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും പകലും രാത്രിയും തുല്യമായി വരുന്ന ദിവസങ്ങളെയാണ് മലയാളത്തിൽ വിഷുവങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈക്വൽ ഡേ ആൻഡ് നൈറ്റ്, ഇക്വിനോസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഈ ഇക്വിനോസ്, അതായത് നമ്മുടെ ഭൂമിയുടെ ഭ്രമണപഥത്തെ അടിസ്ഥാനമാക്കി വർഷത്തിൽ 4 പ്രധാന ദിനങ്ങളുണ്ട്. മാർച്ച് 21-ാം തീയതി വസന്ത വിഷു, അതായത് സ്പ്രിംഗ് ഇക്വിനോസ്. അപ്പം നമുക്ക് 2 ഇക്വിനോസസ് ആണ് വരുന്നത്, സ്പ്രിംഗ് ഇക്വിനോസും അതുപോലെ തന്നെ ഓട്ടം ഇക്വിനോസും. ഏതാണ്? ഓട്ടം ഇക്വിനോസസ്. സ്പ്രിംഗ് ഇക്വിനോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വസന്ത വിഷുവം. സ്പ്രിംഗ് എന്ന് പറയില്ല, നമ്മളെ പൂക്കളൊക്കെ പൂക്കുന്ന വസന്തകാലം എന്നൊക്കെ പറയത്തില്ലേ, വസന്ത വിഷുവം. ഈ വസന്ത വിഷുവം മാർച്ച് 21-നാണ്. എന്നാണ്? മാർച്ച് 21-നാണ്. നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പെൺകുട്ടികൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇതിൻ്റെ ഒരു കോഡാണ്. അതായത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ ഈ മുല്ലയും പിച്ചിയൊക്കെ പൂക്കുന്നത് നമ്മളെ സ്കൂൾ അടച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിൽക്കുന്നെങ്കിൽ ഇതൊക്കെ പൂവൊക്കെ ഇങ്ങനെ കെട്ടി നല്ല സുന്ദരിമണികളായിട്ട് നടക്കാറുള്ളത് പെൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ വെക്കേഷൻ ടൈമിലായിരിക്കും. അപ്പോൾ ഈ സ്പ്രിംഗ് വസന്ത വിഷുവം, സ്പ്രിംഗ് ഇക്വിനോസ് എന്ന് പറയുന്നത് മാർച്ച് 21-ാം തീയതിയാണ്. മാർച്ച് 21-ാം തീയതി സൂര്യൻ്റെ കിരണങ്ങൾ ഭൂമധ്യരേഖയ്ക്ക് നേരെ പതിക്കുന്നു. അതായത് ഭൂമധ്യരേഖയ്ക്ക് നേരെ പതിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, ഈ ഭൂമധ്യരേഖയ്ക്ക് സൂര്യൻ്റെ സൺറൈസ് ഇങ്ങനെ നേരെ പതിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിലും സദേൺ ഹെമിസ്ഫിയർ ആണെങ്കിലും എന്താണ് ഒരേപോലെ വെട്ടം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പകലും രാത്രി ഇപ്പം ഒരേപോലെ, അതായത് അതിന് പ്രത്യേകിച്ചൊന്നും പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് പകലും രാത്രിക്കും എന്താണ് തുല്യ ദൈർഘ്യമാണ് കിട്ടുന്നതെന്ന് അറിയാം. ഇനി ഇത് തന്നെ സെപ്റ്റംബർ 23 ആകുമ്പോഴത്തേക്കും ഇതെന്താണ് ശരത് വിഷുവവും, അതായത് ഓട്ടം ഇക്വിനോസ് ആവും. എന്താണ്? ഓട്ടം ഇക്വിനോസ് ആവും. അതായത് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ നിൽക്കുന്നു, പകലും രാത്രിയും എന്തായിരിക്കും? തുല്യ ദൈർഘ്യമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വിനോസസ് എന്ന് പറയുന്നത്. ഇനി അയനാന്തങ്ങളുണ്ട്. എന്താണ് അയനാന്തങ്ങൾ എന്ന് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ എന്താണ് മാർച്ചിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ചിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് ഇക്വിനോസ് കഴിഞ്ഞു. ഇനി ഈ സ്പ്രിംഗിൽ നിന്നും, അതായത്
സ്പ്രിങ്ങിൽ നിന്നും എങ്ങോട്ടേക്ക് പോവുകയാണ്? ഗ്രീഷ്മത്തിലേക്ക് പോവുകയാണ്, സമ്മറിലേക്ക് പോവുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ സ്പ്രിങ്ങിൽ നിന്നും സമ്മറിലേക്ക് പോകുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ അതായത് സ്പ്രിങ്ങിൽ നിന്നും സമ്മറിലേക്ക് പോകുന്ന ആ ഒരു അയനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയാണ്. അപ്പോൾ അതാണ് അയനാന്ത ദിനം എന്ന് പറയുന്നത്, ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ സൂര്യൻ്റെ കിരണങ്ങൾ നേരിട്ട് ഉത്തരായന, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ 0 ഡിഗ്രി ഇക്വേറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും 23.5 ഉണ്ട്. ഈ 23.5 നോർത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. സൗത്തിലുള്ളതിനെയാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ് അത് നേരെ സൺറൈസ് വീഴുന്നതെങ്കിൽ അത് നമുക്കറിയാം. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണുള്ളത്. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൺറൈസ് നേരെ ഉത്തരായന രേഖയിലേക്കാണ് വീഴുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഉത്തരായന രേഖയിലേക്കാണ് അത് വീഴുന്നെങ്കിൽ ഉത്തരാർദ്ധ ഗോളത്തിൽ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വർഷത്തിൽ ഏറ്റവും നീളമുള്ള പകൽ, അതായത് അത്രയും സൺറൈസ് കിട്ടുവാണ്. അപ്പോൾ പകലാണ് കൂടുതൽ വരുന്നത്. അതാണ് ഗ്രീഷ്മ അയനം, അതായത് പകൽ കൂടുന്നു ഗ്രീഷ്മ. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിൽ ശ്രദ്ധിച്ചോണം, ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ, കാര്യം ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ് വന്ന് വീഴുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് 23.5 നോർത്താണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെ അവിടെയാണ് സൂര്യൻ്റെ കിരണങ്ങൾ നേരിട്ട് വന്ന് പതിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വർഷത്തിലെ ഏറ്റവും സൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലാണല്ലോ. അപ്പോൾ അത് ഏറ്റവും നീളമുള്ള പകൽ എന്നാണ് ജൂൺ 21. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസം ഇത്ര നേരെ സ്കൂളിൽ ചെന്നിരിക്കണല്ലേ, ലോങ് ആയിട്ടുള്ളത്. നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ ആണേ. അപ്പോൾ നമ്മൾ ലോങ് ആയിട്ടുള്ളൊരു ഡേ ജൂൺ 21 സമ്മർ സോളിസ്റ്റിസ്. എന്താണ്? സമ്മർ സോളിസ്റ്റിസ് ആണ്. ഓക്കെ, അതൊക്കെയാണ്. ഇനി നമ്മൾ ഓട്ടം ഇക്വിനോക്സ് പറഞ്ഞു കഴിഞ്ഞു, അതായത് ശരത്ത് വിഷുവം പറഞ്ഞു. സെപ്റ്റംബർ 23 എന്താണ്? ഈക്വൽ ആയിട്ടുള്ള ഡേയും നൈറ്റും വരുന്നതാണ്. അത് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസംബർ 22 തന്നെ നമ്മുടെ മറ്റേ സമ്മർ സോളിസ്റ്റിസിൻ്റെ വേറൊരു വകഭേദമാണ് വിൻ്റർ സോളിസ്റ്റിസ് എന്ന് പറയുന്നത്. ഈ ഡിസംബർ 22 ആകുമ്പോൾ ശൈത്യ അയനാന്ത ദിനം, അതായത് ശൈത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ അല്ലേ, തണുപ്പാണ് ഡിസംബർ 22. അപ്പോൾ ഈ ഡിസംബർ 22 തണുപ്പ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ്? അതായത് സൂര്യൻ്റെ കിരണങ്ങൾ ദക്ഷിണായന രേഖ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ നേരെയാണ് പോകുന്നത്. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലല്ല, നേരെ താഴെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് ഇവിടെ എത്തി സദേൺ ഹെമിസ്ഫിയറിലെത്തി. സദേൺ ഹെമിസ്ഫിയറിലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണ് നേരെ വന്ന് സൂര്യൻ അടിച്ച് നിൽക്കുന്നത്, സൂര്യൻ്റെ ആ ഒരു റേസ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കൂലേ ലോങ് ആയിട്ടുള്ള ഡേ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പ്രശ്നമില്ല അല്ലേ, നമുക്ക് സൂര്യൻ ഇവിടെ നിന്ന് പോയല്ലോ, രക്ഷപ്പെട്ടു. നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് അങ്ങനെ എന്താണ്? സൂര്യൻ്റെ ചൂടിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുവാണ്. ഡിസംബറിലെ തണുപ്പുകൾ എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. എന്തിപ്പോൾ ഡിസംബർ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല തണുപ്പുള്ള ഷീറ്റൊക്കെ മൂടി നമ്മൾ വളരെ സുഖിച്ച് കിടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഡിസംബർ 22 നമ്മുടെ എവിടെയെന്ന് പറയുന്നത് സൂര്യൻ്റെ കിരണങ്ങൾ. നമ്മളിതിൽ എന്ത് ചിന്തിക്കാൻ പറ്റും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കണം. അതായത് ഇതിപ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ ചെന്ന് നിൽക്കുമ്പോൾ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറഞ്ഞാൽ സദേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും എന്ത്? നീളമുള്ള പകൽ വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചാണെങ്കിലോ ഉത്തരാർദ്ധ ഗോളത്തിലാണെങ്കിൽ നമുക്ക് നീളമുള്ള രാത്രിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുള്ളത് എത്തി നീളമുള്ള രാത്രിയാണ് ഇവിടെ വരുന്നത് ഡിസംബർ 22 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണോ നിൽക്കുന്നത്, അതായത് ഇപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ് നീളമുള്ള എന്താണ് പകൽ കിട്ടുന്നെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. തിരിച്ച് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണ് സൂര്യൻ്റെ റേസ് നേരെ കിട്ടുന്നെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആ പിക്ചറും കൂടെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വ്യക്തമാക്കും. ഞാൻ മാർച്ചിൽ നിന്നാണ് തുടങ്ങുന്നത്. മാർച്ചിൽ നോക്കിക്കോ, ഈ മാർച്ചിൽ നമ്മുടെ ഇവിടെ കറക്റ്റ് സൺറൈസ് ഉണ്ട്. സൺറൈസ് കറക്റ്റ് ഇങ്ങനെ വരുന്നത് കൊണ്ട് നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിലും സദേൺ ഹെമിസ്ഫിയറിൽ ഒരേപോലെ അല്ലെങ്കിൽ ഒരേ പകലും രാത്രിയും എന്ന് പറയുന്നത് കിട്ടുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്പ്രിംഗ് ഇക്വിനോസ് എന്ന് പറയുന്നത്. ഇനി ഈ സ്പ്രിംഗ് ഇക്വിനോസിൽ നിന്നും എങ്ങോട്ടേക്ക് പോകുവാണ്? സ്പ്രിങ്ങിൽ നിന്നും. ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണെങ്കിൽ താഴെ എന്തായിരിക്കും? ഓട്ടോ ആയിരിക്കും. മുകളിൽ ഓട്ടോ ആണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടോ ആണെങ്കിൽ താഴെ സ്പ്രിംഗ് ആയിരിക്കും. പിന്നെ വിൻ്റർ സമ്മർ നമുക്കറിയാലോ, അതിൻ്റെ വിൻ്ററിൻ്റെ ഓപ്പോസിറ്റ് സമ്മർ, അങ്ങനെ തന്നെ ചിന്തിക്കുക. ഇപ്പം ഞാൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് പറയുന്നത്. ഈ നോർത്തേൺ ഹെമിസ്ഫിയർ ഇങ്ങോട്ടേക്ക് എത്തി. എവിടെ എത്തി? ജൂണിലോട്ടെത്തി. അതായത് നമ്മുടെ സമ്മർ സോളിസ്റ്റിസ് ഉണ്ടല്ലോ, ഈ സമ്മർ സോളിസ്റ്റിസ് ഈ നമ്മുടെ ഭൂമി കണ്ട നമുക്ക് ഭൂമിക്ക് ഒരു ചരിവുണ്ട്, അതിൻ്റെ ആക്സിസിൻ്റെ ഒരു ചെറിയ ടിൽറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ചരിവ് കാരണം ഇത് ഇങ്ങോട്ട് ചരിയുമ്പോൾ ശ്രദ്ധിച്ചോ, ഈ ഒരു നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഏറ്റവും കൂടുതൽ, അതായത് നമ്മുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ല, ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ് ഏറ്റവും കൂടുതൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടുന്നത്? നോർത്തിലാണ് കിട്ടുന്നത്.
അതുകൊണ്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ് വരുന്നത്? സമ്മർ സോളിസ്റ്റിസ് ആണ് വരുന്നത് ജൂൺ 21. ജൂൺ 21. ഇനി ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എവിടെ വരുന്നത്? സദേൺ ഹെമിസ്ഫിയർ. കണ്ടോ, വിൻ്റർ. ഇവിടെ സമ്മർ ആണെങ്കിൽ ഇവിടെ വിൻ്ററാണ്. ഇനി ഇതാ നിങ്ങൾ നോക്കിക്കേ, ഇങ്ങോട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ നോക്കിക്കേ, സെപ്റ്റംബറിൽ എത്തിയപ്പോൾ നോക്കിക്കേ, ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആണ് അല്ലേ, ഒരേപോലെ കിട്ടുന്നുണ്ട്. ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആണ് വരുന്നത്. ഇനി സെപ്റ്റംബർ, അപ്പം അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്താണ്, ശരത് വിശ്വം എത്തിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഡിസംബറിലേക്ക് പോകുമ്പോൾ ഇത് എവിടെയാണ് ഏറ്റവും കൂടുതൽ? ആ ചരിവിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് എവിടെയാണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണ് വരുന്നത്. ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ വരുമ്പോൾ അവിടെയാണ് ഏതെന്ന് പറയുന്നത്? ലോങ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ തണുപ്പുള്ള രാവുകൾ എന്നൊക്കെ നമുക്ക് പറയാം, നോർത്തേൺ ഹെമിസ്ഫിയറിൽ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സദേൺ ഹെമിസ്ഫിയറിൽ എന്താണ് ഡിസംബർ എന്ന് പറയുന്നത്? ലോങ് ഡേ ആണല്ലേ, ഭയങ്കര ചൂടായിരിക്കും ഇവിടെ. നമ്മളെ സംബന്ധിച്ചാണ് നോർത്തേൺ ഹെമിസ്ഫിയർ ആർക്കാണ് എന്തെന്ന് പറയുന്നത്? വിൻ്റർ എന്ന് പറയുന്നത്. സദേൺ ഹെമിസ്ഫിയറെ സംബന്ധിച്ചവർക്ക് സമ്മറാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് എന്താണ് ചിന്തിച്ചോളണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Question: The factors that control weather and climate are called. The factors that control weather and climate. ഇപ്പം വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു, അതായത് എന്താണ് വെതറും ക്ലൈമറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. അതായത് നമുക്കിപ്പോൾ ഒരു ദിവസം, ഇപ്പോൾ നമ്മൾ ടി വിയിലെ ന്യൂസിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് വെതർ അപ്ഡേറ്റ് അല്ലേ, അങ്ങനെ നിങ്ങൾ കേൾക്കാറുണ്ട്. അതായത് ഇന്നത്തെ വെതർ അപ്ഡേറ്റ് ഇങ്ങനെയാണ്, അതായത് ഒരു ദിവസത്തെ ഒരു ഇത് വെച്ചിട്ടാണ് അവരത് പറയുന്നത്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് കാലാവസ്ഥ. ഒരു കുറേ കാലത്തിൽ അവിടെ ഉണ്ടാകുന്ന വെതറിൻ്റെ ഒരു ആവറേജ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്ലൈമറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഫാക്ടേഴ്സിൽ ഈ നമ്മുടെ വെതറിനെയും ക്ലൈമറ്റിനെയും കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ, ജനറൽ സർക്കുലേഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ, ജനറൽ സർക്കുലേഷൻ ഓഫ് ദ ഓഷൻ. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ശരി എന്നുള്ളതാണ്. ഇത് നോക്കിക്കേ, ക്വസ്റ്റ്യൻ കെ എസിൻ്റെ ക്വസ്റ്റ്യൻസ്. അത് കൂടുതലും 2020 കെ എസ് നടന്നതുകൊണ്ട് തന്നെ നമുക്ക് വേൾഡ് ജോഗ്രഫി എന്നല്ല, ഒരുവിധം എല്ലാ സബ്ജക്റ്റിലും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡായി വരും കേട്ടോ. അതായത് കെ എസിൻ്റെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസിനൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് നമുക്ക് ഉണ്ടാവും. പിന്നെ അറിയാലോ, PYQ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ബിഗിനേഴ്സിന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാര്യം നമ്മളിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഈ കെ എസിൻ്റെ ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് കേട്ടോ. അത് കെ എസിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്കും സ്റ്റാൻഡേർഡായിട്ടുള്ളത്. പിന്നെ PYQ നമ്മൾ എപ്പോഴും എന്താ ചെയ്യണം? നമ്മളൊരു കാര്യം പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? PYQ ചെയ്യേണ്ടത് കേട്ടോ. കാര്യം PYQ നമുക്കൊരു എക്സ്പ്ലനേഷൻസ് തരുന്നതിന് നമുക്ക് എന്തുണ്ട്? കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു കാര്യം നന്നായിട്ട് പഠിച്ചിട്ട് വന്നിട്ട് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എക്സാം അടുപ്പിച്ചൊക്കെ നമ്മുടെ ഈ സീരീസ് എന്താണ് തുടരെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളതിലങ്ങ് സെറ്റാവും. കാരണം നമ്മൾ കെ എസിൻ്റെ ക്വസ്റ്റ്യൻസ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കെ എസിൻ്റെ എന്നല്ല, ഒരുവിധം എല്ലാം ഓൺലൈൻ ആണെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും ഓഫ്ലൈൻ ആണെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഏതാണ്? ഡി ആണ്. ആൻസർ ഡി ആണ്. ഏതാണ്? 1, 2 and 3. ഇനി ഈ ഫാക്ടർ, അതായത് നമ്മുടെ വെതർ ആൻഡ് ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എന്തുകൊണ്ട് എന്നുള്ളത് നോക്കാം. നോക്കൂ, ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വെതർ ആൻഡ് ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ 0 ഡിഗ്രി, അതായത് നമ്മുടെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഇക്വേറ്റർ, 23.5 നോർത്ത്, 23.5 സൗത്ത്, അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ, അതായത് നമ്മുടെ സമ്മർ സോളിസ്റ്റിസും വിൻ്റർ സോളിസ്റ്റിസും ഇക്വിനോക്സും എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ആ ഒരു ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതായത് ലാറ്റിറ്റ്യൂഡ് ഇത് വെതർ ആൻഡ് ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുമോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഉറപ്പായിട്ടും അഫക്റ്റ് ചെയ്യും. അതായത് ദ ഡിറ്റർമിൻ ദ ആംഗിൾ ഓഫ് സൺലൈറ്റ്, അതായത് ഏത് ഇപ്പോൾ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ സൂര്യൻ്റെ ആ ഒരു സൺറൈസിൻ്റെ ആംഗിൾ പോലെ ആയിരിക്കില്ല അല്ലേ? ഇപ്പം അതായത് 0 ഡിഗ്രിയിൽ വരുന്ന ആംഗിൾ ആയിരിക്കില്ല. നോക്കിക്കേ, പോളാർ റീജിയനിലേക്ക് പോകുന്ന ഈ ആംഗിളിലുള്ളൊരു വ്യത്യാസം വരും. അപ്പോൾ അതായത് ആ കിട്ടുന്ന എനർജി, ആ ഒരു ആംഗിളിലുള്ള ചരിവ് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു എനർജി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പോളാർ റീജിയനിലൊന്നും എന്തില്ല, വലിയ ചൂടില്ല. അതുകൊണ്ടാണല്ലോ ധ്രുവപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായാലും എന്ത് ചെയ്യും? ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. regions near the equator are warmer, poles are colder. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. ഇനി രണ്ടാമത്തേതാണ് ആൾട്ടിറ്റ്യൂഡ് എന്നുള്ളത്, എലിവേഷൻ എന്നത് ടെമ്പറേച്ചർ ഡിഗ്രീസസ് വിത്ത് ഹൈറ്റ്, മൗണ്ടൻസ് ഹാവ് കൂളർ ക്ലൈമറ്റ്. ഇപ്പം നമ്മളിപ്പോൾ തന്നെ നമ്മൾ ഹിൽ സ്റ്റേഷൻസിലൊക്കെ പോകും. ഇപ്പോൾ നമ്മുടെ തന്നെ
ഇടുക്കിയിൽ മൂന്നാറും അതിലേക്ക് നമ്മൾ പോകാറുണ്ട്. ഇപ്പോൾ വാഗമൺ അങ്ങനെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകാറുണ്ട്. എന്തുകൊണ്ടാണ് പോകുന്നത്? ഇവിടുത്തെ തണുപ്പും മഞ്ഞും ഒക്കെ കാണാനാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഇനി പോകുമ്പോൾ പറയണം കേട്ടോ. ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ടൊക്കെ പോകുമ്പോൾ പറയണം, ഈ ആൽറ്റിറ്റ്യൂഡിലുള്ള വ്യത്യാസം, ഇത് നമ്മുടെ ആ ആൽറ്റിറ്റ്യൂഡ് പൊങ്ങുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഈ ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിലെ എക്സ്പ്ലനേഷൻ പറഞ്ഞു. ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇവരെല്ലാം എന്താണ്, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രഷർ അത്രയും കുറയുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇൻവേഴ്സ്ലി ആണ്. അപ്പോൾ ഇത് ടെമ്പറേച്ചർ ഇവിടെ കുറഞ്ഞു വരുവാണെങ്കിൽ പ്രഷർ സ്വാഭാവികമായിട്ട് കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇവ തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് വരും. അതുകൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് ഈ ചെവി അടയിൽ ഇതുപോലെയൊക്കെ നമുക്ക് ഈ ആൽറ്റിറ്റ്യൂഡിലോട്ട് പോകും തോറും സംഭവിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഹൈറ്റ്, മൗണ്ടൻസ് ഹാവ് കൂളർ ക്ലൈമറ്റ്സ്. എന്തുകൊണ്ടാണ്? ഈ ടെമ്പറേച്ചർ ആൽറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ട് കുറയുന്നത് കൊണ്ടാണ്. പൊക്കം കൂടും പിന്നെ കണ്ണൻ ദേവൻ്റെ അല്ലെ ചായയ്ക്ക് മധുരം കൂടും എന്ന് പറയും പോലെ തണുപ്പും കൂടും. ഇനി നമ്മുടെ മൂന്നാമത്തെ, അതായത് ഡിസ്റ്റൻസ് ഫ്രം ദ സീ അതായത് കോണ്ടിനെൻറ്റാലിറ്റി, അതായത് നമ്മുടെ ഇപ്പം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചൊക്കെ ഒന്ന് ആയിരിക്കും, നമുക്കെന്ന് പറയുന്നത് സീയുമായിട്ട് നമ്മൾ വളരെ അടുത്ത് കിടക്കുന്നവരാണ്. അപ്പം നമുക്ക് അത് കടൽ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ സീയിൽ നിന്നും, അതായത് കോസ്റ്റൽ ഏരിയാസിനാണെങ്കിൽ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്. കടൽ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ആ മോയ്സ്ചർ കണ്ടന്റ് ആണെങ്കിലും ഇപ്പോൾ ചൂട്, തണുപ്പ് ഇതിനെയൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊരു മോഡറേറ്റ് ക്ലൈമറ്റ് കൊണ്ടുവരുന്നത് ഈ നമ്മുടെ ഈ കോസ്റ്റൽ ഏരിയാസിൽ സംഭവിക്കുന്നുണ്ട്. അതായത് ഈ സീ അല്ലെങ്കിൽ ഓഷൻ്റെയൊക്കെ ഒരു പ്രസൻസ് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിലോട്ട് പോകും തോറും ഈ ഒരു ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇൻറ്റീരിയർസ് ഹാവ് എക്സ്ട്രീം ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ ഡൽഹി പോലുള്ള സ്ഥലങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഉള്ളിലോട്ട് കയറി പോകുന്നത്, അതായത് നമ്മുടെ ഈ ഒരു കോസ്റ്റൽ ഏരിയ വരാത്ത പ്രദേശങ്ങൾ ഉള്ളിലോട്ട് കയറി പോകുന്നത് വളരെ എക്സ്ട്രീം, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പും ഭയങ്കര ചൂടുമായിരിക്കും. ഒരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് അല്ല അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തായാലും, അതായത് സീയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്തായാലും ഈ ക്ലൈമറ്റും വെതറിനെയും എഫക്റ്റ് ചെയ്യും. ഇനി അടുത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. അതായത് ലാൻഡ് ആൻഡ് വാട്ടറും എന്തായാലും എഫക്റ്റ് ചെയ്യും, അല്ലേ? അതായത് ലാൻഡ് ചൂട് പിടിക്കുന്നത് പോലെയല്ല സീ ചൂട് പിടിക്കുന്നത്. ഇവർ തമ്മിൽ ആ ഒരു ചൂട് അബ്സോർബ് ചെയ്യുന്നതിലുള്ള വ്യത്യാസമുണ്ട്. അതായത് ലാൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഹീറ്റാവുന്നതും കൂളാവുന്നതും വളരെ പെട്ടെന്നാണ്. അതായത് പെട്ടെന്ന് ചൂടായി പെട്ടെന്ന് തണുക്കുകയും ചെയ്യും, സമയമില്ല, അല്ലെ? ലാൻഡ് എന്ത് ചെയ്യും, പെട്ടെന്ന് ചൂടാവുന്നു പെട്ടെന്ന് തണുക്കുന്നു. പക്ഷേ നമ്മുടെ സീ അങ്ങനെയല്ല, അത് പതുക്കെ ചൂടാവുള്ളൂ, പക്ഷേ പതുക്കെ അത് തണുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഇതെന്ത് ചെയ്യും, നമ്മുടെ ടെമ്പറേച്ചറിനെയും പ്രഷർ പാറ്റേണിനെയൊക്കെ ഇതെന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. നമ്മുടെ കാറ്റിനെ പോലും ഇത് അഫക്റ്റ് ചെയ്യും. നമ്മുടെ സീ ബ്രീസും ലാൻഡ് ബ്രീസും ഒക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഇത് എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വെതർ ആൻഡ് ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് ജനറൽ സർക്കുലേഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ജനറൽ സർക്കുലേഷൻ, അതായത് നമ്മുടെ ഗ്ലോബൽ വിൻഡ് ബെൽറ്റുകൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള വിൻഡ് ബെൽറ്റുകൾ ഉണ്ടല്ലോ, അതുപോലെ ജെറ്റ് സ്ട്രീം ആണെങ്കിലും പ്രഷർ സിസ്റ്റം ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വെതർ സിസ്റ്റത്തിന് നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഷേപ്പ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പം അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇനി ജനറൽ സർക്കുലേഷൻ ഓഫ് ദ ഓഷൻ, അതായത് വാം ആൻഡ് കോൾഡ് കറണ്ട്. നമുക്ക് ഓഷൻ കറണ്ട് എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് വേൾഡ് ജോഗ്രഫിയിലുണ്ട്. അതായത് പിന്നെ കോൾഡ് കറണ്ടും വാം കറണ്ട് എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ ഈ കോൾഡ് കറണ്ട് പോകുന്ന പ്രദേശങ്ങളിൽ അതിൻ്റെ ഷോർ ഉണ്ടായിരിക്കുമല്ലോ, ആ പ്രദേശങ്ങളെന്ന് പറയുന്നത് തണുപ്പ് ഇത് കൊണ്ടുപോകാറുണ്ട്. അതായത് ആ കറണ്ട് എന്ത് ചെയ്യും, ഓഷൻ കറണ്ട് പോകുന്ന ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യുന്നൊരു തണുപ്പ് ഇത് ക്രിയേറ്റ് ചെയ്യാറ്. അതുപോലെ വാം കറണ്ട് പോകുന്ന സ്ഥലത്തും എന്ത് ചെയ്യുന്നത്, വാം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതായത് ചൂട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, വെതർ ആൻഡ് ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ അടുത്തത് റിലീഫ് ആൻഡ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്, ഇപ്പോൾ മൗണ്ടൻ ആയിട്ടുള്ള അതുപോലെ മൗണ്ടൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും, കാറ്റിനെ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, റെയിൻ ഷാഡോ എഫക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറില്ലേ? അതായത് നമ്മുടെ മഴൽ നിഴൽ പ്രദേശം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു എഫക്റ്റ് ഇത് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യും, ലോക്കൽ ക്ലൈമറ്റിനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യാറുണ്ട്. ഓഷൻ കറൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അടുത്തത് വെജിറ്റേഷൻസ് ആണ്. അതായത് ഫോറസ്റ്റ് ഇൻക്രീസസ്. ഫോറസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ നല്ല കാടുള്ള പ്രദേശമാണെങ്കിൽ ഹ്യൂമിഡിറ്റിയും റെയിൻഫോളും ഒക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഡെസേർട്ടിലാണെങ്കിൽ എന്താണ്, വെജിറ്റേഷൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, മോയ്സ്ചർ കണ്ടന്റ് എന്ത് ചെയ്യും, വളരെ കുറവായിരിക്കും. ഇനി അതുപോലെ തന്നെ ക്ലൗഡ് കവർ ആൻഡ് ആൽബിഡോ എന്ന് പറയുന്നത്, അത് മോർ ക്ലൗഡ്സ് റിഫ്ലക്ട് സൺലൈറ്റ് ആൻഡ് കീപ് ഏരിയാസ് കൂൾ, ഡാർക്ക് സർഫസ് അബ്സോർബ് മോർ. അതായത് ആൽബിഡോ എന്ന് പറയുന്നത് എന്താണ്, ഒരു സാധനത്തിന് എത്രത്തോളം എന്താണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും, അതായത് ഈ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ആൽബിഡോ എന്ന്. അപ്പോൾ അത് ഈ ക്ലൗഡ് എന്ന് പറയുന്നത്, അപ്പോൾ ലൈറ്റ് കളേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോൾ വൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചിലർ പറയാത്തില്ല, ചൂട് സമയത്തിലൊന്നും ഇങ്ങനെ ഡാർക്ക് കളറായിട്ടുള്ള ഡ്രസ്സ് ഇടരുത്, ബ്ലാക്ക് കളർ ഡ്രസ്സൊന്നും ഇടരുത് എന്ന് സമ്മർ സീസണിലൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ബ്ലാക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാർക്ക് സർഫസസ് എന്ത് ചെയ്യും, ഹീറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ക്ലൗഡ് കവറും ആൽബിഡോ എന്ന് പറയുന്ന കാര്യങ്ങളും ഇതിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്, നമ്മുടെ
ക്ലൈമറ്റ് വെതറിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്നുള്ളൊരു സെക്കൻഡറി ഫാക്ടറാണ്. അത് പിന്നെ നമുക്ക് നിർത്താൻ പറ്റത്തില്ലല്ലോ അല്ലേ. അതായത് ഇപ്പോൾ അർബനൈസേഷനും ഡീഫോറസ്റ്റേഷനും ഗ്രീൻ ഹൗസ് ഒക്കെ നമ്മുടെ ഒരു ക്ലൈമാറ്റിക് പാറ്റേണിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണല്ലേ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇതെല്ലാം എന്തിനെ അഫക്റ്റ് ചെയ്യും? വെതർ ആൻഡ് ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഈ 9 ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.